അടുത്തും അകലെയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ 3-ാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. തേജോമയനായ ദൈവം തന്റെ അദൃശ്യ ദൂതഗണത്തോടെ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നതോർത്ത് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടും ആത്മാവൊരുക്കത്തോടും ഹൃദയവാഞ്ചയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം നാം രുചിച്ചറിഞ്ഞു. കഴിഞ്ഞ 2 രാത്രികളിലും പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ കൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പ്രാരംഭ രാത്രിയിൽ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവം നമ്മെ നടത്തുന്ന വഴികളെക്കുറിച്ചും നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവത്തെ മുൻപിൽ വെച്ച് യാത്ര ചെയ്ത ദാവീദിനെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും ചുരുങ്ങിയ സമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം ദൈവപുത്രനായ മശിഹ ലോകത്തിലേക്ക് വന്നിട്ട് തന്റെ ശുശ്രൂഷയും ജീവിതവുമെല്ലാം അവസാനിച്ച് താൻ നിത്യതയിലേക്ക് പോകുന്ന നിമിഷമായി. കർത്താവായ യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃച്ഛിക സംഭവമായിരുന്നില്ല. അനാദി നിത്യതയ്ക്ക് മുൻപ് തന്നെ പിതാവായ ദൈവം ഒരുക്കിയ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികയായിരുന്നു യേശുവിന്റെ മനുഷ്യാവതാരം. കാലസമ്പൂർണത വന്നപ്പോൾ വചനം ജഡമായി തീർന്ന് ഈ ലോകത്തിലേക്ക് യേശു വരികയുണ്ടായി. യേശു മനുഷ്യാവതാരം എടുക്കും മുമ്പ് തന്നെ വീണുപോയ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി താൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം എത്ര വലുതാണെന്നും തന്റെ കാലടികൾ യാതനയുടെയും വേദനയുടെയും പാതകളിൽ ഓടണമെന്നും മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പാപം പിതാവ് തന്റെ മേൽ ചുമത്തി താൻ എല്ലാവരാലും തള്ളപ്പെട്ടവനായി പാപയാഗമായും അകൃത്യയാഗമായും ഛേദിക്കപ്പെടുമെന്നും യേശു അറിഞ്ഞിരുന്നു. എങ്കിലും പിതാവേ, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാലടികൾ നടന്ന് ഗോൽഗോത്തായോളം തുടർന്നിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താൻ ലോകത്തിലേക്ക് വന്നു 30 വർഷ വയസ്സുവരെയും താൻ തന്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി ജന്മദേശമായ ബേദലഹേമിന് സമീപം തന്നെ താൻ പാർത്തിരുന്നു. കർത്താവായ യേശുവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, യേശുവിന് ലോകത്തിൽ ഉന്നതമായ ഒരു വിദ്യാഭ്യാസമോ ലോകപ്രകാരം ഒരു ഔദ്യോഗിക ഉദ്യോഗ അവസ്ഥയോ ഉണ്ടായിരുന്നില്ല. ദരിദ്രമായൊരു കുടുംബത്തിലാണ് താൻ ജനിച്ചു വളർന്നത്. ജന്മദേശത്തു നിന്ന് 430 മൈൽ ദൂരത്തിലധികം യേശു യാത്ര ചെയ്തിരുന്നില്ല. യേശു ലോകത്തിൽ വന്ന് ജനിക്കുന്ന കാലഘട്ടം ഇസ്രായേലിന്റെ ആത്മീയമായ ഏറ്റവും അരാജകത്വം പിടിച്ചൊരു കാലഘട്ടമായിരുന്നു. അവരുടെ ദേവാലയം അവർക്ക് അഭിമാന സ്തംഭമായിരുന്നെങ്കിലും അന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു വാണിജ്യശാലയും കള്ളന്മാരുടെ ഗുഹയുമായിരുന്നു അവരുടെ ദേവാലയം. പരീശന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണത്തിന്റെ പരിപാലകരെന്ന് അവർ അഭിമാനിച്ചിരുന്നെങ്കിൽ തന്നെയും ദൈവദൃഷ്ടിയിൽ വെള്ളതേച്ച ശവക്കല്ലറുകളായിരുന്നു. ദൈവം കൽപ്പിച്ചു കൊടുക്കാത്ത പ്രമാണം കൂടെ സാധുക്കളായ മനുഷ്യവർഗത്തിന്മേൽ കെട്ടിവെച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള അകലിച്ച പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കാമെന്ന് കരുതി അവർ ആരാധനയ്ക്കും ആയതുപോലെ ശുശ്രൂഷകൾക്കും പ്രാധാന്യം കൽപ്പിച്ച് ദൈവത്തിൽ നിന്ന് വളരെ അകന്നൊരു കാലഘട്ടമായിരുന്നു. ഇസ്രായേൽ അവരുടെ രാജ്യത്ത് പാർത്തിരുന്നെങ്കിലും റോമൻ സൈനാധിപരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. ആ കാലഘട്ടത്തിലാണ് മശിഹ ലോകത്തിലേക്ക് വരുന്നത്. മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് 1000-ൽ പരം വർഷങ്ങൾക്കപ്പുറം തന്നെ യഹൂദന്മാർ യേശുവിന്റെ ആഗമനത്തിനായി കാത്തിരുന്നു.
അവരുടെ പ്രാർത്ഥനകളിൽ, സന്ധ്യായാമങ്ങളിലുള്ള അവരുടെ വീടുകളിലെ പ്രാർത്ഥനകളിൽ, അവരുടെ ദേവാലയ ആരാധനകളിലൊക്കെയും മശിഹായെ അവർ ആരാധിച്ചിരുന്നു. മശിഹായുടെ ആഗമനത്തിനായി അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പാപത്താലും ദുഷ്ടതയാലും അടഞ്ഞുപോയ അവരുടെ കണ്ണുകൾക്ക് മശിഹായുടെ ആഗമനത്തെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ ചോദിച്ചു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? യഹോവയുടെ കരത്തെ ആർ കണ്ടെത്തി? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വരണ്ട നിലത്ത് വളരുന്ന ഇളയ തൈ പോലെ യഹൂദന്റെ ദൃഷ്ടിയിൽ യേശു ഏറ്റവും നിന്ദിതമായിരുന്നു. തന്റെ കുലം കൊണ്ടും തന്റെ കുടുംബാവസ്ഥ കൊണ്ടും തന്റെ മാതാപിതാക്കന്മാരുടെ ജീവിതാവസ്ഥ കൊണ്ടൊക്കെയും യഹൂദന്മാർക്ക് യേശുവിനെ അംഗീകരിപ്പാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും ദൈവപുത്രനായ മശിഹാ ലോകത്തിലേക്ക് വന്നു. താനെ 30 വർഷക്കാലം അങ്ങനെ ജീവിച്ചു. തന്റെ 30-ാമത്തെ വയസ്സിൽ നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാങ്കിൽ താൻ സ്നാനമേറ്റു. തുടർന്ന് ആത്മനിയോഗിതനായി മരുഭൂമിയിൽ പോയി 40 രാവും 40 പകലും താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പരിശുദ്ധാത്മാവിനാൽ താൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. യെരൂശലേമിലും യഹൂദയിലും തന്റെ കാൽപാദങ്ങൾ കുളിർമ നൽകുന്ന ഒരു നദിയെ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. ദുഃഖിതൻ അവൻ ആശ്വാസം നൽകിക്കൊണ്ടിരുന്നു. മരിച്ചവനെ അവൻ ഉയർപ്പിച്ചുകൊണ്ടേയിരുന്നു. അനാഥർക്ക് അവൻ സംരക്ഷകനായിരുന്നു. അലഞ്ഞു തിരിഞ്ഞ ആടുകൾക്കൊരു നല്ലിടയനായി യെരൂശലേമിന്റെ വീഥികളിൽ അവനെ കാണപ്പെട്ടിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തി. തന്നെ അനുഗമിച്ച ശിഷ്യരെല്ലാം ദരിദ്രരായിരുന്നു, സാധുക്കളായ മുഖ്യന്മാരായിരുന്നു, വിദ്യാഹീനരായിരുന്നു. എങ്കിലും സ്വർഗീയ പിതാവിനാൽ ഹൃദയദൃഷ്ടികൾ പ്രകാശിച്ച ആ ഭക്തന്മാർ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരുന്നു. യേശു അവരോട് സ്വർഗരാജ്യം പ്രസംഗിച്ചു. സ്വർഗം ഒരു വലിയ കുടുംബമാണെന്നും ആ കുടുംബത്തിലെ ഒരു പിതാവുണ്ടെന്നും അത് നീതിയുള്ള പിതാവാണെന്നും നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നും നമ്മുടെ നീതിയുള്ള പിതാവ് ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ കർത്താവായ യേശുവായിരുന്നു. തന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തി. താൻ ശിഷ്യന്മാരെ വിട്ടു വേർപിരിയുന്ന രംഗത്തിൽ ശിഷ്യന്മാരുടെ മനസ്സ് പതറുവാൻ തുടങ്ങി. ജീവിതയാത്രയിൽ പലപ്പോഴും അവർ ഇടറുന്നത് യേശു കണ്ടിരുന്നു. ഒരിക്കൽ പടകിൽ യാത്ര ചെയ്യവേ കൊടുങ്കാറ്റടിച്ചു പടക് കുലുങ്ങി അവരുടെ ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടപ്പോൾ അവർ വ്യാകുലപ്പെടുന്നത് യേശു കണ്ടു. പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ തമ്മിൽ മുഖാമുഖം നോക്കി പഴിചാരി വ്യാകുലപ്പെടുന്ന രംഗം അവർ യേശു കണ്ടിരുന്നു. അവരുടെ തുടർന്നുള്ള ജീവിതയാത്രയിൽ അവർ വ്യാകുലപ്പെട്ട് നിരാശപ്പെടാതിരിക്കാൻ നമ്മുടെ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവോ? സ്വർഗം ഒരു വലിയ ഭവനമാണെന്നും അതിൽ അസംഖ്യം വാസസ്ഥലങ്ങൾ ഉണ്ടെന്നും എന്നാൽ തന്നെ അനുഗമിച്ചവർക്ക് വേണ്ടി ഒരു പ്രത്യേക വാസസ്ഥലം താൻ ഒരുക്കാൻ പോകുന്നൊക്കെ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരും സ്വർഗത്തിൽ പോയിട്ടില്ല. സ്വർഗത്തിൽ പോയി മടങ്ങി വന്ന് കണ്ടിട്ട് നമ്മോട് പ്രസംഗിച്ചവരാരും തന്നെ ഇല്ല. എങ്കിലും നമ്മുടെ കർത്താവായ യേശുവെങ്കിലും അവന്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ സ്വർഗമുണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആ വാസസ്ഥലം എണ്ണി തിട്ടപ്പെടുത്തിയതായി നമുക്ക് കണ്ടെത്താൻ ഒക്കുന്നില്ല. എങ്കിലും നിത്യതയിലെ വാസസ്ഥലങ്ങളെ ആസ്പദമാക്കി ഭൂമിയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നതായി ബൈബിൾ കാണാം. മനസാക്ഷി യുഗത്തിന്റെ ന്യായപ്രമാണ യുഗത്തിന്റെ പ്രാരംഭത്തിൽ ജീവിച്ച ഭക്തനായിരുന്നു മോശ. ഒരിക്കൽ ദൈവം തന്നെ പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് താൻ സ്വർഗത്തെ ദർശിച്ചു. തന്നോട് പറഞ്ഞു, നീ കണ്ടതുപോലെ ഭൂമിയിൽ പണിയണം. താൻ സ്വർഗം ശ്രദ്ധിച്ചു നോക്കി. സ്വർഗത്തിനൊരു പ്രാകാരം ഉണ്ടായിരുന്നു. സ്വർഗത്തിലൊരു വിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു. സ്വർഗത്തിലൊരു അതിവിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് ഒരു കൃപാസനം ഉണ്ടായിരുന്നു. വയോധ്യനായ മോശയുടെ ആത്മാവ് അവന്റെ ഹൃദയവും ആത്മാവും പ്രകാശിച്ചു. അവന്റെ ആത്മീയ ദൃഷ്ടിയിൽ അവൻ ആ രംഗം കണ്ടു. അവൻ വീണ്ടും ശ്രദ്ധിച്ചു നോക്കി. സ്വർഗത്തിന്റെ വാതിൽ ദൈവം തുറന്നു കാണിച്ചു. സ്വർഗത്തിന്റെ 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം. 3-ാം ഭാഗത്തിന്റെ മധ്യയിൽ ദൈവം വിശ്രമിക്കുന്ന സ്ഥലം. ഭക്തനായ വയോധ്യന്റെ മനസ്സിൽ ആ രൂപരേഖ ദൈവം വരച്ചു കൊടുത്തു. അവൻ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് ബെത്ലഹേം
ബെസലേൽ എന്ന ഭക്തനോട് ഈ സംഭവം പറഞ്ഞു. മോശയുടെ വാക്ക് ആ ഭക്തന്റെ കാതിൽ പതിക്കുമ്പോൾ തൽക്ഷണം തന്നെ ദൈവത്തിന്റെ ആത്മാവ് ബെസലേലിലേക്ക് വന്നു. ജ്ഞാനിയായ ബെസലേൽ ഭൂമിയിൽ സമാപന കൂടാരം സൃഷ്ടിച്ചു. ആദ്യത്തെ ആലയം സമാപന കൂടാരമായിരുന്നു. ഈ സമാപന കൂടാരം സ്വർഗത്തിന് നിഴലും ദൃഷ്ടാന്തവുമായിരുന്നു. ആകയാൽ സ്വർഗത്തിന് നിഴലും ദൃഷ്ടാന്തവുമായി പണിയപ്പെട്ട സമാപന കൂടാരം എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് നിത്യതയിലെ സ്വർഗം. പക്ഷെ യേശു പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ആ വാസസ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ആ സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും, അല്ലായെങ്കിൽ യേശുവിന്റെ വരവിങ്കൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടേണ്ടി വരും. ഇതിലേതെങ്കിലും ഒന്നിനെ അഭിമുഖീകരിച്ചു വേണം ഞാൻ നിങ്ങൾ മുൻപോട്ട് പോകാൻ. ഒന്നിൽ ഭൂമിയിൽ ജനിച്ചിരിക്കൊണ്ട് ഒന്നിൽ നിങ്ങൾ മരിക്കേണ്ടി വരും. എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും എന്നറിഞ്ഞുകൂടാ. അല്ല, മരിക്കുന്നില്ല എങ്കിൽ ജീവിച്ചിരുന്ന് യേശു വരുന്നെങ്കിൽ നമ്മുടെ ശരീരം കർത്തൃകാഹളനാദത്തിങ്കൽ രൂപാന്തരപ്പെടണം. ഇതാണ് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലത്തിലേക്ക് നമുക്ക് എങ്ങനെ പോയി ചേരാം? ഒരു ആത്മാവിന്, ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരാത്മാവിന് എങ്ങനെ നിത്യതയിൽ പോയി ചേരാം? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗ പ്രതീക്ഷയോടുകൂടിയാണ് ഏതൊരു മനുഷ്യന്റെയും കാലടി. ഭൂമിയിലെ ഏറ്റവും വലിയ നീചനോടും ദുഷ്ടനോടും ചോദിച്ചാൽ അവന്റെ അറിവ് വെച്ചുകൊണ്ട് അവൻ പറയും, എന്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചിരുന്നു, സ്വർഗമുണ്ട്, അത് നല്ലവർക്ക് വേണ്ടിയാണ്. ഒരു നരകമുണ്ട്, ആ നരകം പാപികൾക്കാണ്. കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, എന്നാൽ നരകത്തിൽ പോകും. സന്ധ്യയ്ക്ക് ബൈബിൾ വായിക്കണം, എന്നാൽ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നൊക്കെയുള്ള അറിവ് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനാൽ അങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ വിശുദ്ധ ബൈബിൾ ഒരാത്മാവ് സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാം കൂടെ വളരെ വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയമില്ല. മാത്രമല്ല, അതിന്റെ ഒരാവശ്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവിടെ കൂടി വന്നിരിക്കുന്നതിലേറിയ ഭാഗത്തിനും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു രൂപരേഖയെങ്കിലും അറിയുന്നവരെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരാത്മാവിന് എങ്ങനെ സ്വർഗത്തിൽ പോകാം? നമ്മുടെ അരുമനാഥനായ യേശു ലോകത്തിലിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിൽ പോയി ചേരുവാൻ, അല്ലെങ്കിൽ ഒരാത്മാവിന് നിത്യതയിൽ വിശ്രമിപ്പാൻ 4 കാര്യം താൻ പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ തന്നെ സന്ദർശിപ്പാൻ പോയ നിക്കോദിമോസ് എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. നിക്കോദിമോസിനെ കുറിച്ച് നാം പഠിച്ചാൽ, നിക്കോദിമോസ് ഇസ്രായേൽ യഹൂദ ജനത്തിനിടയിൽ വളരെ ബഹുമാന്യനായ ഒരു മനുഷ്യനായിരുന്നു. ഉന്നതമായ വിദ്യയും ഉയർന്ന കുലശ്രേഷ്ഠതയും വളരെയധികം ഉയർന്ന സാമ്പത്തിക നിലവാരവും എല്ലാറ്റിലുപരി അതിസാധാരണമായ കഴിവും തനിക്കുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ബഹുമാനിച്ചിരുന്നു. താൻ സന്യന്തിര സംഘത്തിലെ സമൂഹത്താൽ അംഗീകൃതനായ ഒരു വ്യക്തിയായിരുന്നു. അവൻ ന്യായപ്രമാണം 100% കർക്കശമായി പാലിച്ച് ജീവിച്ചിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താൻ ഇത്ര ഉന്നതനായിരുന്നെങ്കിലും, ഉയർന്ന കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിലും, ഉന്നതമായ വിദ്യ താൻ നേടിയിരുന്നെങ്കിലും, താൻ എളിയവനായ നസ്രേനായ യേശുവിനെ സ്നേഹിച്ചിരുന്നു. ആദ്യമായി നസ്രേനായ യേശുവിനെ ഈ നിക്കോദിമോസ് കണ്ടെത്തിയത് ദേവാലയത്തിൽ വെച്ചായിരുന്നു. ദേവാലയത്തിൽ പെരുന്നാൾ ദിനത്തിങ്കൽ ദൈവപുത്രനായ മശിഹ ഒരു ചമ്മട്ടിയുമായി ചെന്നിട്ട്, എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയോ എന്ന് ചോദിക്കുന്ന ശബ്ദവും അതിവിശുദ്ധിയുടെ വാഞ്ചയോടെ അവിടം വിശുദ്ധീകരിപ്പാൻ താൻ കാട്ടുന്ന ആവേശവും നിക്കോദിമോസിന്റെ മനസ്സിൽ പതിഞ്ഞു. നിക്കോദിമോസ് ആ രംഗം ശ്രദ്ധിച്ചു നോക്കി. അവിടെ കണ്ടത് ഒരു മാനുഷ്യമല്ലെന്ന് നിക്കോദിമോസിന് മനസ്സിലായി. അത്രമാത്രം പരീശന്മാരും ശാസ്ത്രിമാരും ശക്തിപ്പെട്ട ആലയത്തിൽ ഒരുവന് സാധാരണയായ ഒരു മനുഷ്യന് ഒരു കാലത്തും അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. പിന്നെ ഇതിന്റെ പിന്നിൽ ഏതോ ഒന്നുണ്ട്. നിക്കോദിമോസ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. നിക്കോദിമോസ് യേശുവിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും വീക്ഷിച്ചു. നിക്കോദിമോസിന് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. പക്ഷെ യേശുവിന്റെ പ്രവൃത്തി അന്നത്തെ യഹൂദന്മാർക്കും പൗരോഹിത്യ വർഗത്തിന് ലേശം പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ യേശുവിനെ കൊന്നൊടുക്കുവാനുള്ള അവസരങ്ങൾ കാത്തുകൊണ്ടിരുന്നു. പക്ഷെ നിക്കോദിമോസ് അതിന് തയ്യാറായില്ല. നിക്കോദിമോസ് ഓർത്തു, മുൻകാലത്ത് ഇസ്രായേലിന്റെ അരിഷ്ടതയെ താക്കീത് ചെയ്ത പ്രവാചകന്മാരെ ഇസ്രായേൽ കൊന്നൊടുക്കിയ രംഗം അവൻ ഓർത്തു. ദൈവത്തിന്റെ വാക്കുകൾ നിഷേധിച്ച
ഇസ്രായേലിന് അനന്തരം സംഭവിച്ച ന്യായവിധിയും നിക്കോദിമോസ് ഓർത്തു. പിതാക്കന്മാരെ പോലെ ഇവർ അകൃത്യം വിളിച്ചു വരുത്തുകയാണ്, തനിക്ക് അതിൽ പങ്കില്ല എന്ന് കരുതി നിക്കോദിമോസ് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വളർന്നുകൊണ്ടേയിരുന്നു. വളരെ എല്ലാവരാലും ബഹുമാന്യനായ താൻ അപ്രസിദ്ധനായ ഒരു റബിയെ തേടി പോകുന്നത് സമൂഹമധ്യേ മാന്യതയല്ലെന്ന് തനിക്കറിയാമായിരുന്നു. എങ്കിലും മശിഹായെ കണ്ട ദിനം തുടങ്ങി താൻ തിരുവെഴുത്തുകളെ ഒന്നൊന്നായി പഠിക്കാൻ തുടങ്ങി. പ്രവാചകന്മാരുടെ പുസ്തകവും വാഗ്ദത്ത വചനങ്ങളും താൻ പഠിച്ചപ്പോൾ ഇവൻ തന്നെയാണ് മശിഹ, അവൻ സൗഖ്യമാക്കിയ വിമോചകരുടെ ആർപ്പുവിളി നിക്കോദിമോസിന്റെ കാതുകളിൽ മുഴങ്ങി. വരുവാനിരിക്കുന്ന രക്ഷകൻ ഇവൻ തന്നെയാണ്. നിക്കോദിമോസിന്റെ ആത്മാവ് മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ പരസ്യമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിക്കോദിമോസ് തയ്യാറായില്ല. കാര്യം മറ്റുള്ളവർ തന്നെ നിന്ദിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. അതിലുപരിയായി താൻ ഇങ്ങനെ പോയാൽ തന്റെ മാതൃക അനുകരിച്ച് അല്ലെങ്കിൽ തന്റെ വഴി അനുകരിച്ച് അനേകർ യേശുവിനെ തേടി പോകും. നിക്കോദിമോസ് വ്യാകുലനായി. ഈ ചിന്ത വിട്ടുകളയാമെന്ന് ഇച്ഛിച്ചിട്ട് നിക്കോദിമോസിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. ഒരു ചെറിയ വിത്ത് വീണ് വളർന്നു വൃക്ഷമാകും പോലെ നിക്കോദിമോസിന്റെ ആഗ്രഹം വളർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ നിക്കോദിമോസ് യേശുവിനെ തേടി യാത്രയായി. രക്ഷകന്റെ വിശ്രാമ സ്ഥലം എവിടെയെന്ന് അവൻ ആരാഞ്ഞു. അത് ഒലിവുമലയുടെ താഴ്വരയിലാണെന്ന് അറിഞ്ഞു. യെരൂശലേമിന്റെ വീഥികൾ ഗാഢനിദ്രയിലേക്ക് കണ്ടു. തെരുവിളക്കുകളൊക്കെ കത്തിത്തുടങ്ങി. നിക്കോദിമോസ് യേശുവിനെ തേടി യാത്രയായി. ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അവൻ നടന്ന് തന്റെ മനസ്സിൽ, തന്റെ മനോദർപ്പണത്തിൽ രൂപപ്പെടുത്തിയെടുത്ത വാക്കുമായി യേശുവിന്റെ അടുക്കലേക്ക് അവൻ യാത്രയായി. യേശു ഒലിവുമലയുടെ താഴ്വരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സന്ധ്യായാമത്തിൽ തന്നെ തേടി വരുന്ന ഭക്തനെ യേശു തുറിച്ചു നോക്കി. വളരെ ദൂരത്ത് വെച്ച് തന്നെ നിക്കോദിമോസിന്റെ ഹൃദയത്തിലേക്ക് രക്ഷകന്റെ കണ്ണുകൾ പതിഞ്ഞു. അവന്റെ പുറമേയുള്ള പരീശഭക്തിയും അവന്റെ അകമേയുള്ള പരമാർത്ഥതയും യേശു രുചിച്ചറിഞ്ഞു. നിക്കോദിമോസ് മനസ്സിൽ കിട്ടിയെടുത്ത വാക്കുകളുമായി കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. നീണ്ട ഒരു സംഭാഷണത്തിനാണ് നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ ചെന്നത്. ദീർഘനേരം സംസാരിപ്പാൻ നല്ലൊരു ആഗ്രഹത്തോടെ അതിനൊരവസരം ഒരുക്കി നിക്കോദിമോസ് ചെന്നതാണ്. യേശു നിക്കോദിമോസിനെ തുറിച്ചു നോക്കി. ദൈവ സാന്നിധ്യത്തിൽ വന്നപ്പോഴേ നിക്കോദിമോസിന്റെ മുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. എങ്കിലും ആത്മധൈര്യം പൂണ്ട് നിക്കോദിമോസ് യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. യേശു നിക്കോദിമോസിനെ തുറിച്ചു നോക്കി. നിക്കോദിമോസ് വന്ന് പറഞ്ഞു, നല്ലവനായ ഗുരു, അങ്ങ് ദൈവത്താൽ അയക്കപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നത്. അവന്റെ മനസ്സിൽ കടഞ്ഞെടുത്ത ബഹുമാന്യം നിറഞ്ഞ വാക്കുകളോടെ യേശുവിനെ സംബോധന ചെയ്യുമ്പോൾ യേശു അവന്റെ ആത്മാവിനെ നോക്കി പറഞ്ഞു, നിക്കോദിമോസ്, നീ എന്നെ നല്ലവനെന്ന് വിളിച്ചിട്ടോ, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന് പറഞ്ഞിട്ടോ നിനക്ക് പ്രയോജനമില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ല. യേശുവിന്റെ വാക്ക് നിക്കോദിമോസിന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞു. നിക്കോദിമോസ് ഞെട്ടിവിറച്ചു. ഇസ്രായേലിലെ ഉപദേഷ്ടാവായ എന്റെ മുഖത്ത് നോക്കി വളച്ചൊടിക്കാതെ നേർക്കുനേരെ പറയുന്നുവോ? ആ നിക്കോദിമോസ് വളരെ ഭക്തനായിരുന്നു. കുറെ കാലങ്ങൾക്ക് മുൻപ് യോഹന്നാൻ എന്നൊരു പ്രാസംഗ്യൻ യെരൂശലേമിന്റെ വീഥികളിൽ പ്രസംഗിച്ചിരുന്നു. അവന്റെ പ്രസംഗം കേട്ടിട്ട് യോർദാന്റെ ഇരുകരയിലുള്ളവർ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷേ നിക്കോദിമോസ് മാനസാന്തരപ്പെട്ടില്ല. കാരണം നിക്കോദിമോസ് 100% ന്യായപ്രമാണം പാലിച്ച് ജീവിക്കുന്നവനായിരുന്നു. മാത്രമല്ല യെരൂശലേമിന്റെ വീഥികളിലൊക്കെ തന്റെ ഔദാര്യ മനസ്കത വളരെ പ്രശസ്തിയാണ്. നന്മ ചെയ്തുണ്ടാക്കിയ ആ ആത്മധൈര്യത്തിൽ കെട്ടിപ്പണിത ഒരു സുരക്ഷിത ബോധ്യവും തനിക്കുണ്ടായിരുന്നു. യേശുവിന്റെ വാക്ക് കേട്ടവൻ ഭയപ്പെട്ടു വിറയ്ക്കാൻ തുടങ്ങി. യേശുവിന്റെ വാക്കുകൾ അവന്റെ ഉള്ളിലേക്ക് പോയി പതിച്ചു. അവൻ പകച്ചു നിൽക്കുകയാണ്. സൂര്യവെളിച്ചം കണ്ട ഹിമം ഉരുകി ഒഴുകും പോലെ നിക്കോദിമോസിന്റെ ആത്മധൈര്യം തൽക്ഷണം ഉരുകിപ്പോയി. താനൊരു യഹൂദനായിരിക്കെ ന്യായപ്രമാണം പൂർണ്ണമായി പാലിക്കൊണ്ട് യെരൂശലേമിൽ നന്മ ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ദേവാലയത്തിൽ പോയി പ്രസംഗിക്കുന്നതുകൊണ്ട് സന്യന്ത്ര സംഘത്തിലെ അംഗമായതുകൊണ്ട് സ്വർഗത്തിലെ ഒരു പ്രത്യേക സ്ഥാനം കാണുമെന്ന് കരുതിയ നിക്കോദിമോസിനോട് യേശു പറയാണ്, എന്റെ പൊന്നു നിക്കോദിമോസേ, ഇപ്പോഴത്തെ യോഗ്യത അനുസരിച്ച് ദൈവരാജ്യം കാണാൻ പോലുമുള്ള യോഗ്യത നിനക്കില്ല. നിക്കോദിമോസ് നെഞ്ചത്ത് കൈവച്ച് നിന്നുപോയി. കാണാമെന്നത് അബദ്ധമാണെന്ന് ചിന്തയായി പോയി. എങ്കിലും അന്തരാത്മാവ് അവനോട് മന്ത്രിച്ചു, രക്ഷകന്റെ വാക്ക് നീ കേട്ടനുസരിക്കണം, നീ പുതുതായി ജനിക്കണം. യേശു പറയുന്നു, ഒരുവൻ ദൈവരാജ്യത്തിൽ പോയി ചേരണമെങ്കിൽ അവൻ പുതുതായി ജനിക്കണം. എന്താണ് അവൻ പുതുതായി ജനിക്കേണ്ടത്? നിക്കോദിമോസ് വീണ്ടും പകച്ചു നിന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ വയോധ്യനാണ്,
വയോധ്യനായ ഞാൻ ഇനി എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കും? യേശു ചോദിക്കുകയാണ്, നിക്കോദീമോസ്, നീ എല്ലാ ആഴ്ചയിലും ദേവാലയത്തിൽ പോയി പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ പ്രസംഗിക്കുകയും നീ ഒരു ഉപദേഷ്ടാവായിരിക്കുകയും ചെയ്തിട്ട് ഈ പുതുജനനം എന്ന് പറഞ്ഞ വാക്ക് നിനക്ക് പിടികിട്ടിയില്ലേ? ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപത്തിൽ നിന്ന് ജനിച്ചവൻ ആരും വിശുദ്ധനല്ല. ഭക്തനായ യോബ് ഒരിക്കൽ ചോദിച്ചു, ദുഷ്ടനിൽ നിന്ന് ജനിച്ച നീതിമാനുണ്ടോ? പാപിയിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഇല്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ പാപിയിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനില്ല. ഭൂമിയിൽ ആരും വിശുദ്ധരില്ല. പക്ഷേ ദൈവം വിശുദ്ധരായി ആരും ജനിച്ചിട്ടില്ലെങ്കിലും ദൈവം അനേകരെ വിശുദ്ധരാക്കി തീർത്തു. ഭൂമിയിൽ ആരും വിശുദ്ധരായി ജനിച്ചിട്ടില്ല. ഭക്തനായ യോബ് പറയാണ്, അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനുമില്ല. അത് അമേരിക്കയിലുമില്ല, ആഫ്രിക്കയിലുമില്ല, കാനഡയിലുമില്ല, മെക്സിക്കോയിലുമില്ല. ദുഷ്ടനിൽ നിന്ന്, പാപിയിൽ നിന്ന്, അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനില്ല. പക്ഷേ ഇന്ന് ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ട്. എന്താണ് ഇതിന്റെ ഇടയിൽ സംഭവിച്ചത്? ജന്മം കൊണ്ട് അശുദ്ധനായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ എങ്ങനെ വിശുദ്ധനായി? ഒന്നാമതായി തിരുവെഴുത്ത് പറയുന്നു, സ്വർഗരാജ്യം കാണണമെങ്കിൽ അവൻ പുതുതായി ജനിക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പുതുതായി ജനിക്കുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. ഒരു പുതിയ സൃഷ്ടി. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസിംഹാസനത്തിൽ നിന്ന് യോഹന്നാന്റെ കാതുകളിൽ കേട്ടൊരു ശബ്ദമാണ്, ഇതാ ഞാൻ സകലതും പുതുതാക്കി തീർക്കുന്നു. ഒരുവൻ യേശുവിങ്കിലേക്ക് വരുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയാണ്. എന്തെല്ലാമാണ് അവന് പുതുമയായി ലഭിക്കുന്നത്? പ്രവാചകനായ യെസ്കേൽ പറയുന്നു, ഞാൻ അവന് പുതിയൊരു ഹൃദയം കൊടുക്കും, പുതിയൊരു ഹൃദയം കൊടുക്കും. അവന്റെ കല്ലായ ഹൃദയം മാറ്റിയെടുത്ത്, ദുഷ്ടത തിങ്ങിയ ഹൃദയം മാറ്റിയെടുത്ത്, പാപപ്പെരിങ്കടൽ പോലെ കിടക്കുന്ന അവന്റെ പ്രാകൃത ഹൃദയം മാറ്റിയെടുത്ത് ഞാൻ അവന് ശുദ്ധമായ ഒരു ഹൃദയം കൊടുക്കും. വീണ്ടും പറയാണ്, ഞാൻ അവനൊരു പുതിയ ആത്മാവിനെ കൊടുക്കും. ഞാൻ അവന്റെ വായിൽ പുതിയൊരു പാട്ട് കൊടുക്കും. ഞാൻ അവന്റെ കാലടിയെ ജീവന്റെ പുതുവഴിയിൽ കൊണ്ടെത്തിക്കും. അവനിങ്ങനെ യാത്ര ചെയ്ത് ഒരു ദിവസം അവൻ പുതിയ യെരൂശലേമിലേക്ക് പോകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവന് പുതിയ ഹൃദയം ലഭിക്കും. അവന്റെ വായിൽ പുതിയ പാട്ടുണ്ടായിരിക്കും. ഒരു പുതിയ ആത്മാവനെ നടത്തും. ജീവന്റെ പുതുവഴിയിൽ യാത്ര ചെയ്ത് ഏറ്റവും ഒടുവിൽ അവൻ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് പോകും. ആകയാൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പോകേണ്ടതിന് അവൻ പുതുതായി ജനിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിക്കോദീമോസിന്റെ യോഗ്യത അനുസരിച്ച് സ്വർഗം കാണാൻ പോലുള്ള യോഗ്യത തനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. നിക്കോദീമോസ് യേശുവിന്റെ വാക്കിനെ കേട്ടനുസരിച്ചു. നമ്മുടെ മശിഹ ക്രൂശിക്കപ്പെട്ട ശേഷം തന്റെ ശവസംസ്കാര വേളയിൽ ആ ശവത്തിന് വേണ്ടി ആവശ്യമാർന്ന സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടുവന്നത് ഈ ഭക്തനായ നിക്കോദീമോസ് ആയിരുന്നു. ഇന്നത്തെ വില അനുസരിച്ച് 1,64,000 രൂപയോളം വില വരുന്ന ഒരു വലിയ സുഗന്ധക്കൂട്ട് കൊണ്ടുവന്നിട്ട് അരിമത്യക്കാരനായ ജോസഫും ഈ നിക്കോദീമോസും കൂടെ ചേർന്നാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ശവശരീരം ശീലയിൽ പൊതിഞ്ഞ് അരിമത്യക്കാരനായ ജോസഫ് കൊടുത്ത കല്ലറയിൽ അടക്കം ചെയ്തത്. ജോസഫ് യേശുവിന്റെ ശവശരീരം അടക്കാൻ ഒരു ശവക്കല്ലറ തനിക്ക് വേണ്ടി ഒരുക്കിയിട്ട കല്ലറ കൊടുത്തപ്പോൾ ശവസംസ്കാരത്തിന് വേണ്ട ആവശ്യങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാരെ അടക്കും പോലെ അതിനാവശ്യമുള്ള സുഗന്ധ വസ്തുക്കൾ കൊണ്ടു കൊടുത്തത് അന്ന് തേടിപ്പോയ നിക്കോദീമോസ് ആയിരുന്നു. ആ നിക്കോദീമോസ് പിൽക്കാലത്ത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച 120 പേരുടെ കൂട്ടത്തിൽ ഈ ഭക്തനും ഉണ്ടായിരുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലും നിത്യതയിലും നമുക്ക് ഈ ഭക്തനെ കണ്ടെത്താം. എന്നാൽ ദൈവം യേശു അവനോട് പറയുകയാണ്, നീ പുതുതായി ജനിക്കണം. ജന്മം കൊണ്ട് ഒരുപക്ഷെ നാം ക്രിസ്ത്യാനിയായിരിക്കാം, അല്ലെ ഹിന്ദു ആയിരിക്കാം, ഇസ്ലാമികനായിരിക്കാം, എനിവേ എന്തു ആയിക്കൊള്ളട്ടെ, അത് സ്വർഗരാജ്യവുമായിട്ട് ബന്ധമില്ല. ഒരു ഡോക്ടറെ മകനായി ഒരുവൻ ജനിച്ചത് കൊണ്ട് അവൻ ഒരു കാലത്തും പ്രശസ്തി ആർജിച്ച ഡോക്ടറായി തീരത്തില്ല. അവന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കാം ഞാൻ ഡോക്ടർ ആകണമെന്ന്. അവനായിത്തീരണമെങ്കിൽ അതിനുള്ള യോഗ്യത അവൻ നേടിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ മകനെന്ന് വേണേ പറയാം, പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറയാനൊക്കത്തില്ല. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിച്ച് പുറപ്പെടുന്നവരാണ്. ആകയാൽ ഒരു
ഒരുവൻ യേശുവിൽ വരുമ്പോൾ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. എന്തെല്ലാമാണ് അവന് പുതുമയായി ലഭിച്ചത്? പാപത്തിന്റെ തുടക്കം ഹൃദയത്തിലാണ്. ബൈബിൾ പറയുന്നു സകല പാപത്തിന്റെയും തുടക്കം ഹൃദയത്തിലാണ്. മനുഷ്യന്റെ ഹൃദയം എന്നത് ഏറ്റവും ദുഷ്ടത തിങ്ങി നിറഞ്ഞതാണ്. ഈ ഹൃദയം മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നാം കർത്താവിനോട് അപേക്ഷിക്കണം. പ്രവാചകനായ യെഹെസ്കേൽ പറയുന്നല്ലോ, ഞാൻ അവർക്ക് പുതിയ ഒരു ഹൃദയം കൊടുക്കാം, ഒരു പുതിയ ആത്മാവിനെ കൊടുക്കാം, ഒരു പുതിയ പാട്ട് അവരുടെ വായിൽ കൊടുക്കാം. വീണ്ടും പറയുകയാണ്, ഞാൻ അവരുടെ കാലടികളെ ജീവന്റെ പുതുവഴിയിൽ നടത്താം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവന്റെ കാലടികൾ പുതിയ യെരൂശലേമിലേക്കുള്ള ജീവന്റെ വഴിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിൽ പോയി ചേരുന്നതിന് നമ്മുടെ കർത്താവായ യേശു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ പുതുതായി ജനിക്കണം. നിക്കോദിമോസിനോട് തുടർന്ന് 2 വാക്കൂടെ പറഞ്ഞു. പുതുതായി ജനിച്ചവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വായിച്ചാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ യേശുവിന്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണമേ. നിക്കോദിമോസിനോളം ഭക്തന്മാരൊന്നും അല്ല നമ്മൾ. നിക്കോദിമോസിനോട് പറയാണ് നമ്മുടെ കർത്താവായ യേശു, നിക്കോദിമോസേ, നീ എന്നെ നല്ലവനെന്ന് വിളിച്ചതുകൊണ്ടോ, നല്ലവനായ ഗുരുവേ എന്ന് വിളിച്ചതുകൊണ്ടോ, സ്വർഗീയ പിതാവിനെ ഭൂമിയിൽ അയച്ചെന്ന് നീ പറയുന്നത് കൊണ്ടൊന്നും നിനക്ക് വലിയ പ്രയോജനമില്ല. നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകണമോ? നീ പുതുതായി ജനിക്കണം. നീ വലിയവനായിരിക്കാം, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനായിരിക്കാം, എല്ലാവരാലും ബഹുമാന്യനായിരിക്കാം. ഏതായാലും മറുതലിക്കുന്ന മനസ്സില്ലാത്ത നിക്കോദിമോസ് കർത്താവിന്റെ വാക്കിനെ അനുസരിച്ചു. ഒരുവൻ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ, പിതാവിന്റെ ഭവനത്തിൽ ഒരുക്കുന്ന വാസസ്ഥലത്തിൽ പോയി ചേരണമെങ്കിൽ അവൻ പുതിയതായി ജനിക്കണം. കഴിഞ്ഞകാല പാപ ജീവിതങ്ങളോട് നിങ്ങൾ വിട പറയണം. ആ പാപത്തെ വെറുപ്പോടെ കർത്താവിന്റെ മുഖത്ത് നോക്കി ഏറ്റു പറയണം. കർത്താവായ യേശുവിന്റെ രക്തം നമ്മുടെ പാവങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വിശ്രാമ സ്ഥലമായി തീരുകയും നമ്മുടെ കാലടികൾ ജീവന്റെ നഗരമായ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യും. വീണ്ടും യേശു പറയുകയാണ്, അടുത്തതായിട്ട് യേശു പറയുന്നല്ലോ, വെള്ളത്താൽ ജനിക്കണം. ഈ കാര്യത്തിൽ എല്ലാ ക്രൈസ്തവ സഭകളും അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ്. ചിലർ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു, ചിലർ വയോധ്യരെ സ്നാനപ്പെടുത്തുന്നു, ചിലർ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊന്നും തിരുവെഴുത്തിന് അടിസ്ഥാനമല്ല. തിരുവെഴുത്ത് ഒരു കാലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഒരേ ഒരു സ്നാനമേ ഉള്ളൂ. അത് മാനസാന്തരപ്പെട്ട സ്നാനമാണ്. അല്ലാതെ ഒരു സ്നാനമില്ല. വയോധ്യനെ മുക്കാനോ ശിശുവിനെ മുക്കാനോ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടില്ല. അതിനെ ചൊല്ലി നമ്മൾ തർക്കിക്കേണ്ട ആവശ്യവുമില്ല. നമ്മുടെ കർത്താവായ യേശു യെരൂശലേമിൽ നിന്ന് 84 മൈൽ ദൂരം യാത്ര ചെയ്തിട്ട് യോർദാങ്കൽ പോയി സ്നാനമേറ്റു. അവൻ തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു കാണിച്ചതും കർത്താവ് കൽപ്പിച്ചതുമായ പ്രമാണമനുസരിച്ച് ഒരേ ഒരു സ്നാനമേ ഉള്ളൂ. അതും മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നവരുടെ സ്നാനമാണ്. മാനസാന്തരപ്പെടാത്തവൻ 60 വയസ്സുള്ളവനാണെങ്കിലും അവനെ മുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവന്റെ ആ സ്നാനവും ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നതും ഒരുപോലെ ആയിരിക്കും. ആകയാൽ മാനസാന്തരപ്പെട്ടു വേണം ഒരുവൻ സ്നാനപ്പെടാൻ. അങ്ങനെയായിരുന്നു. ബൈബിളിൽ പറയുന്നല്ലോ, യോഹന്നാന്റെ ശബ്ദം യെരൂശലേമിന്റെ വീഥികൾ മുഴങ്ങി, ഏലിയാവിന്റെ ആത്മാവോടെ അവൻ പ്രസംഗിച്ചു. രാജാക്കന്മാരുടെ അരമനകൾ കിടുങ്ങി, അവരുടെ സിംഹാസനങ്ങൾ വിറച്ചു. ദയ കൂടാതെ അവന്റെ ശബ്ദം യെരൂശലേമിനെ കിടുക്കി. യോർദാന്റെ ഇരുകരയിലുള്ളവർ പുറപ്പെട്ടു ചെന്ന് അവരുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. പാവങ്ങളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം അനുതാപബോധമുള്ള ഒരുവനെ സ്നാനപ്പെടാവൂ. തിരുവെഴുത്ത് ആ സ്നാനമേ അംഗീകരിക്കൂ. അതുകൂടാതെ നമ്മൾ ആണ്ടിൽ 365 പ്രാവശ്യം സ്നാനപ്പെട്ടാലും സ്വർഗം അത് അംഗീകരിക്കത്തില്ല. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് കടൽ തിര പോലെയും അതുപോലെ ഒരു പുഷ്പം പൊഴിഞ്ഞു പോകും പോലെയും ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ. വഴിയാത്രക്കാരെ പോലെ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇതിന്റെ അനന്തരം ഒരു ന്യായവിധിയുണ്ട്. ഭൂമിയിൽ ഇന്നുവരെ ജനിച്ച് ജീവിച്ചിട്ടുള്ളവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനിയും ജനിച്ച് ജീവിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കും. ദൈവ ന്യായവിധിയിൽ നിന്ന് ആർക്കും തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. അപ്പോൾ ഉള്ള വ്യവസ്ഥ ഏതെന്നറിയാമോ? വിശുദ്ധ പൗലോസ് പറയും, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും അത് തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ
നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കണം. ഒന്നിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിലോ അല്ലെങ്കിൽ അന്തിമ വെള്ളസിംഹാസന ന്യായവിധിയുടെ മുൻപിലോ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. ആ ദിനത്തിൽ നമ്മുടെ യജമാനൻ നമ്മോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. മഹാനായ ജോൺ വെസ്ലി ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, കൃപാലുവായ ദൈവമേ, അങ്ങ് ന്യായം വിധിക്കുമ്പോൾ എന്താണ് ചോദിക്കാൻ പോകുന്നെന്ന്. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ ഒന്നാമത് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ ഭൂമിയിൽ ഇത്ര വർഷക്കാലം, ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ, ഇത്ര സെക്കൻഡ് നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അധികാരം തന്നു. നീ നിന്റെ സമയം എന്തിന് ചെലവഴിച്ചു? ഞാൻ നിനക്ക് തന്ന സമയം നീ എന്തിനാണ് ചെലവഴിച്ചത്? ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ പ്രപഞ്ചത്തിലെല്ലാം നീ ആസ്വദിച്ചു. നീ ഓഷ്യനുള്ളിലേക്ക് വലിച്ചു. ഭൂമിയിലെ വെള്ളം നീ കുടിച്ചു. നന്മയും തിന്മയും നിറഞ്ഞ ഭൂമിയിലെ സകല സന്തോഷവും നീ അനുഭവിച്ചു. ഞാൻ നിനക്ക് തന്ന സമയം നീ എന്തിന് ചെലവഴിച്ചു? അന്തിമ ന്യായവിധിയിൽ യജമാനനായ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, പ്രിയ സ്നേഹിതരെ ഓർത്തുകൊള്ളണമേ, നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ്, നിമിഷങ്ങൾ വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡുകൾ വിലപ്പെട്ടതാണ്. യജമാനൻ ചോദിക്കുന്നു, ഭൂമിയിൽ ജീവിപ്പാൻ ഞാൻ നിനക്ക് അധികാരം തന്നല്ലോ, നീ സമയം എന്തിന് ചെലവഴിച്ചു? അടുത്തതായി ചോദിക്കുന്നത്, എന്റെ സ്വരൂപത്തിലും എന്റെ സാദൃശ്യത്തിലും ഞാനൊരു ശരീരം നിനക്ക് തന്നിരുന്നു. മനോഹര രൂപമായൊരു ശരീരമായിരുന്നല്ലോ, നീ ഈ ശരീരത്തിൽ എന്താണ് ചെയ്തത്? ഓർത്തുകൊള്ളണമേ, കർത്താവ് പറയാണ്, ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയും. നമ്മുടെ സമയത്തെ കുറിച്ച് യജമാനൻ നമ്മളോട് ചോദിക്കും. രണ്ടാമതായി ബൈബിൾ പറയുന്നു, ദൈവം നമുക്ക് തന്ന ശരീരത്തെ കുറിച്ച് ദൈവം ചോദിക്കും. മൂന്നാമതായി ദൈവം ചോദിക്കുന്നത് നമുക്ക് തന്ന പണത്തെ കുറിച്ചാണ്. നമ്മുടെ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും ഉപരിയായ പണം ദൈവം നമ്മുടെ പക്കൽ തരാറുണ്ട്. നാം ആർപ്പാട പ്രിയരായി ലോകത്തിന്റെ പാപം വില കൊടുത്തു വാങ്ങി പാപസുഖത്തിൽ മുഴുകി ജീവിച്ചാൽ ഒരു ദിവസത്തിൽ യജമാനൻ ചോദിക്കും, ഞാൻ നിന്റെ പക്കൽ തന്ന പണം നീ എന്തിന് ചെലവഴിച്ചു? അടുത്തതായിട്ട് യജമാനൻ ചോദിക്കുന്നത് നമുക്ക് ലഭിച്ച അറിവാണ്. നീ പല സാഹചര്യങ്ങളിൽ സത്യം കേട്ടിരുന്നു, നിന്റെ കണ്ണുകളിൽ സത്യം പതിഞ്ഞിരുന്നു, പക്ഷേ ഞാൻ നിനക്ക് തന്ന അറിവ് നീ എന്തിനു ഉപകരിച്ചു? ഓർത്തുകൊള്ളണമേ, നമുക്ക് തന്ന സമയത്തെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മെ ഏൽപ്പിക്കുന്ന പണത്തെക്കുറിച്ചും നമുക്ക് ലഭിച്ച അറിവിനെ കുറിച്ചും സർവശക്തൻ അന്തിമ ന്യായവിധിയിൽ നമ്മോട് ചോദിക്കുന്ന ഒരു സമയം വരും. ആകയാൽ പ്രിയ സ്നേഹിതരെ, നമ്മുടെ സമയം പാഴാക്കരുതേ, നമ്മുടെ ശരീരം പാപത്തിനായി കൊണ്ടുപോകരുതേ, നമ്മുടെ അറിവ് വ്യർത്ഥമാക്കി കളയരുതേ, നമ്മുടെ കയ്യിലെ പണം കൊടുത്ത് പാപം വാങ്ങി നരകത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുതേ എന്നൊരപേക്ഷയാണ് നിങ്ങളോടുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു പുതുമയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം ജീവിതത്തിൽ കർത്താവായ യേശുവിനെ കണ്ട് അനുദപിക്കണം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു രൂപാന്തരപ്പെട്ട ദിനം ഉണ്ടായിരുന്നു. ഇന്നതുപോലെ ഞാൻ ആ ദിനത്തെ ഓർക്കുകയാണ്. ഞാൻ ജനിച്ചത് വളർന്നത് യാക്കോബ കുടുംബത്തിൽ നിന്ന് പെന്തിക്കോസ് കുടുംബത്തിൽ വന്ന അവസ്ഥയിലായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഞാൻ മനം തിരിഞ്ഞ ഒരു ദിവസം ഇന്നെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവായ യേശുവിന്റെ കാൽവറിയും അവൻ അനുഭവിക്കുന്ന വേദനയും കണ്ടാറേ അവന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഭൂമിയിൽ ഒരു നിമിഷമുണ്ടെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും നീ മാത്രമായിരിക്കും എന്റേതെന്ന് പറഞ്ഞ് ഒരു ഉറച്ച തീരുമാനമെടുത്ത ദിനം ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. ഒരു പുതിയ ഹൃദയവും പുതിയ ആത്മാവും എന്റെ കാലടികൾ പുതുക്കത്തിലേക്ക് നടത്തിയതും എന്റെ ദൈവമായിരുന്നു. ആകയാൽ പ്രിയ സ്നേഹിതരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, ഒരു പുതിയ ഹൃദയത്തിന്റെ അവകാശിയാണ്. അവന്റെ അതരത്തിൽ ഒരു പുതിയ പാട്ടുണ്ടായിരിക്കും, ഒരു പുതിയ ആത്മാവിനെ നടത്തിക്കൊണ്ടിരിക്കും. അവൻ ജീവന്റെ പുതുവഴിയിൽ യാത്ര ചെയ്യും. ഏറ്റവും ഒടുവിൽ അവൻ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് പോയി ചേരും. ആകയാൽ നിങ്ങൾ പുതുതായി ജനിക്കുക. രണ്ടാമതായി പറഞ്ഞു, വെള്ളത്താൽ ജനിക്കണം. അവിടെ വരുമ്പോൾ ഇന്നത്തെ ക്രൈസ്തവ ലോകം ആകെ ആടി ഉലയുകയാണ്. പ്രിയ സ്നേഹിതരെ, അബദ്ധം സംഭവിക്കരുത്. വിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവീൻ. ഞാൻ പറഞ്ഞല്ലോ, വയോധ്യന് സ്നാനപ്പെടാനോ ശിശു സ്നാനപ്പെടാനോ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ആകയാൽ രണ്ട് കാര്യത്തിലും നിർബന്ധം പിടിക്കണ്ട. സ്നാനപ്പെടാൻ യോഗ്യനാരെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെട്ടവൻ. പണ്ട് ഒരു രാജ്യത്തിന്റെ
ഗ്രീസിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ഒരുവൻ യെരൂശലേമിൽ വന്ന് നമസ്കരിച്ചിട്ട് പോകുമ്പോൾ ആ തെരുവിൽ ജീവിച്ച ഭക്തനായ ഒരു ഉപദേശി കണ്ടെത്തി. താനിങ്ങനെ അന്നത്തെ വാഹനത്തോടുകൂടെ ഒപ്പം നടന്നുകൊണ്ടിരിക്കെ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ ഭാഗം ഈ ഭക്തൻ, അന്യജാതിക്കാരനായ ഭക്തൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാധുവായ ഉപദേശി ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ഒരുവൻ അത് അറിയിച്ചു തരണം. ആ ഭക്തൻ അദ്ദേഹത്തോടുകൂടെ കയറി. രണ്ടുപേരും യാത്രയായി. പോകും വഴിയിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. രക്ഷകന്റെ കാൽവറി മരണത്തെ കുറിച്ച്, യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്കപ്പുറം പ്രവാചകന്റെ വാക്കാണെന്ന് പറഞ്ഞു. പോകുന്ന വഴിയിൽ വെള്ളം കണ്ടു. ഉടനെ അവൻ രഥം നിർത്താൻ പറഞ്ഞു. അവൻ പോയി ചോദിക്കുകയാണ്, എനിക്ക് സ്നാനം തന്നുകൂടെ? ഞാൻ സ്നാനപ്പെടുന്നതിന് തടസ്സമുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നീ ഹൃദയപൂർവം നീ വിശ്വസിക്കുന്നെങ്കിലാകാം. ഇരുവരും വെള്ളത്തിലിറങ്ങി. അവനെ സ്നാനപ്പെടുത്തി. പീൽപോസ് ആത്മാവിനാൽ എടുക്കപ്പെട്ടവനായി മറ്റൊരിടത്തേക്ക് പോയി. ഷണ്ണൻ ആത്മസന്തോഷം പ്രാപിച്ചവനായി തന്റെ ദേശത്തേക്ക് പോയി. അവന്റെ സ്നാനം മാനസാന്തരപ്പെട്ട ശേഷം വിശ്വാസത്തോടുകൂടെയായിരുന്നു. ബൈബിൾ പറയുന്നു, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു. വിശുദ്ധ ബൈബിളിൽ എങ്ങും തന്നെ ഒരു ശിശുവിനെ മുക്കാനോ ഒരു വയോധ്യനെ മുക്കാനോ ഒരു വാക്യമേ ഇല്ല. പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ യേശുവോ അപ്പോസ്തലന്മാരോ പിൽക്കാല സഭാപിതാക്കന്മാരോ പറഞ്ഞിട്ടില്ല. ഒരേ ഒരു സ്നാനമേ ഉള്ളൂ. അത് മാനസാന്തരപ്പെട്ടവനായിരിക്കണം, അത് വിശ്വസിക്കുന്നവനായിരിക്കണം. മാനസാന്തരപ്പെടാത്ത ഒരു പാവിയെ നമ്മൾ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയാൽ അവൻ ഉണങ്ങിയ പാവി വെള്ളത്തിലിറങ്ങിയിട്ട് കുതിർന്ന പാവിയായിട്ട് കരയ്ക്കോട്ട് കയറുമെന്നല്ലാതെ അവന്റെ സ്നാനം കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കത്തില്ല. ഞാൻ ഒരിക്കൽ ഈ സത്യം പ്രസംഗിച്ചപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറയാ, പാസ്റ്റർ എന്നെ ഒന്നുകൂടെ സ്നാനപ്പെടുത്തണം. കാര്യം ഞാൻ ഈ സ്നാന സത്യം അറിയാതാണ് സ്നാനപ്പെട്ടത്. കൂടെ ഭാര്യയുടെ നിർബന്ധം നിമിത്തം കുടുംബത്തിന്റെ സമാധാനം ഓർത്ത് ഞാൻ പോയി മുങ്ങിയതാണ്. സത്യം ഇപ്പോഴാണ് ഗ്രഹിച്ചത്. ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ആകയാൽ എനിക്കൊരു സ്നാനം കൂടെ തരണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എങ്ങനെ ദൈവരാജ്യത്തിൽ പോയി ചേരാം? സ്വർഗത്തിൽ പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം കൊണ്ടോ ദീർഘമായ പ്രാർത്ഥന കൊണ്ടോ പള്ളിഭക്തി കൊണ്ടോ ഒക്കുമോ? നിക്കോദിമോസിനോട് പറഞ്ഞു, നിക്കോദിമോസ്, ഞാൻ നിന്നോട് പറയാം, നീ ആദ്യം പുതുതായി ജനിക്കണം. ദൈവരാജ്യത്തിന്റെ മർമ്മം ഗ്രഹിക്കണമെങ്കിൽ നമുക്കൊരു പുതുജനനം ആവശ്യമാണ്. ദൈവരാജ്യത്തിലേക്ക് കയറണമെങ്കിൽ നാം വെള്ളത്താൽ ജനിച്ചിരിക്കണം. നമ്മുടെ കർത്താവായ യേശു സ്നാനപ്പെട്ടിരുന്നു. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരുവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നില്ലേ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗീയ ദർശനം ഉണ്ടായി. അവൻ കുതിരപ്പുറത്തുനിന്ന് വീണു. അതിനുശേഷമായി 3 ദിവസം അവന്റെ കണ്ണ് അടഞ്ഞിട്ട് കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ ഏതോ ഒന്ന് പോയി. അവന്റെ അകമേയുള്ള കണ്ണ് പ്രകാശിക്കുന്നെങ്കിലും പുറമേയുള്ള കണ്ണ് അടഞ്ഞ അവസ്ഥയിൽ ആ പട്ടണത്തിൽ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു, അനന്യാസ്. അവൻ പോയി, ശൗലേ സഹോദര എഴുന്നേൽക്ക, നിന്നെ കണ്ണുകൾ തുറക്കേണ്ടതിന് സ്നാനമേൽക്കുക. വിശുദ്ധ പൗലോസ്, ശ്രേഷ്ഠനായ പൗലോസ്, ആ യെരൂശലേമിൽ ജീവിച്ച ഒരു സാധുവായ ഭക്തന്റെ കൈക്കീഴിൽ പോയി സ്നാനമേറ്റു. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ഉദിച്ചുയർന്നിട്ടുള്ള ജ്യോതിർഗോളത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ വിശുദ്ധ പൗലോസ് തന്നെയായിരുന്നു. അവരെല്ലാം പുതുതായി ജനിക്കുകയും പുതുതായി ജനനത്തിന്റെ അനന്തരം വിശ്വാസത്താൽ അവർ സ്നാനപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശു കാണിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, 1-ാം നൂറ്റാണ്ടിലെ ഇനി പത്രോസ്ലിഹായെ നമുക്ക് നോക്കാം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെയിലാണ് ഏൽപ്പിച്ചത്. ഒരിക്കൽ താൻ പിന്മാറിപ്പോയി, എങ്കിലും യേശു പോയി മടക്കിക്കൊണ്ടുവന്നു. കുഞ്ഞാടിനെ മേയ്പ്പാനും സ്വർഗരാജ്യം തുറന്നു കൊടുക്കാനുള്ള ജോലി തന്നെയാണ് ഏൽപ്പിച്ചത്. 2 താക്കോൽ യേശുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഒന്ന് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ. അത് ഇന്നും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരിക്കൽ പത്മോസ് ദ്വീപിൽ ഏകാന്തതയിൽ കിടന്ന യോഹന്നാനെ കാണിച്ചു. യോഹന്നാൻ, നീ ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട്. ഞാനത് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. നിന്റെ പ്രാണൻ പാതാളത്തിൽ പോകത്തില്ല. ഞാൻ അറിയാതെ മരണദൂതൻ നിന്നെ തൊടുകയില്ല. എന്നാൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ വിശുദ്ധ പത്രോസിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചു കൊടുത്തത്. വിദ്യാഹീനനായിരുന്നു, അതിവേഗതയിൽ പ്രവർത്തിക്കുന്നവനായിരുന്നു, എല്ലാറ്റിനും മുൻപന്തിയിലായിരുന്നു. ഒരിക്കൽ കർത്താവിനോടുകൂടെ കടലിന് മീതെ നടക്കാൻ പോയി. അവിശ്വാസത്താൽ കഴുത്തറ്റം മുങ്ങിപ്പോയി. പിന്നീട് ഒരിക്കൽ കാല് കഴുകിയപ്പോൾ കൈയും കാലും തലയും കഴുകണമെന്ന് പറഞ്ഞു. ഒടുവിൽ കർത്താവ് ശാസിച്ച് കാല് കഴുകിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഇടയൻ വെട്ടേൽക്കും ആട് ചതറി ഓടും. ഈ പാവപ്പെട്ടവൻ അതിവേഗത കൊണ്ട് പറയാണ്, കർത്താവേ, എന്ത് സംഭവിച്ചാലും ഞാൻ ആ കാര്യത്തിൽ നിന്നോടുകൂടെ നിൽക്കും, മരിക്കേണ്ടി വന്നാലും മരിക്കും. അവിവേകവും അതിവേഗതയും കൊണ്ട് തികച്ചും ഭോഷത്തനായിരുന്നു, തികച്ചും ഭീരുവായിരുന്നു. 3.5 വർഷം കൂടെ നടന്നിട്ട് യേശുവിനെ അറിയത്തില്ലെന്ന് തള്ളിപ്പറഞ്ഞു. അതിലുപരി യേശുവിനെ പ്രാകാൻ തുടങ്ങി. ആണയിട്ട് ഓടിപ്പോയി.
പക്ഷേ സ്നേഹസമ്പൂർണനായ യേശു അവനെ പിടിച്ചു കൊണ്ടുവന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് മുൻപിൽ അവൻ ഉരുകി. അവനോട് പറയാണ്, പത്രോസ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ പക്കൽ തരുന്നു, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സ്വർഗരാജ്യത്തിന്റെ താക്കോലേറ്റ ഭക്തൻ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. വലിയൊരു പുരുഷാരം ഓടിക്കൂടി. പത്രോസ്ലീഹ എഴുന്നേറ്റ് പ്രസംഗിച്ചു. പ്രസംഗം കേട്ട് പുരുഷാരം ഞെട്ടിവിറച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമെടുപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവിടെ നാം നോക്കിയാൽ രണ്ട് കാര്യം നിർദ്ദേശവും രണ്ട് കാര്യം ദൈവത്തിന്റെ ദാനവുമാണ്. ഒന്ന്, മാനസാന്തരപ്പെടാനും ജലസ്നാനം എടുക്കാനുള്ള ദൈവകൽപ്പനയും, പാപമോചനവും പരിശുദ്ധാത്മാവും ദൈവദാനവുമാണ്. രണ്ടു ഭാഗമാണ്. കൽപ്പനയായി രണ്ട് കാര്യമുണ്ട്. മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. ഇത് ദൈവകൽപ്പനയാണ്. ഇത് രണ്ട് കാര്യം നിങ്ങൾ ചെയ്താൽ രണ്ട് കാര്യം ദൈവം ദാനമായിട്ട് തരും. എന്താണ് ദാനമായി കിട്ടുന്നത്? ഒന്ന്, പാപം ക്ഷമിച്ചു കിട്ടും. രണ്ട്, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് തരും. പത്രോസ്ലീഹായുടെ പ്രസംഗത്തിലും സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇങ്ങനെയായിരുന്നു. ആകയാൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിലേക്ക് പോയി ചേരണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ പുതുതായി ജനിക്കണം. പാപത്തിന്റെ വഴികളോട് നാം വിട പറയണം. പാപത്തിന്റെ പഴക്കം വെച്ചുകൊണ്ട് വേദപുസ്തക പാണ്ഡിത്യം എത്ര നേടിയാലും, എത്രമാത്രം മാധുര്യമായി നാം പ്രസംഗിച്ചാലും, എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും, പഴയ പാപത്തിന്റെ ഹൃദയം ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവരാജ്യത്തിൽ പോയി ചേരാൻ കഴിയത്തില്ല. ആകയാൽ ഒന്നാമത് പുതുതായി ജനിക്കണം. രണ്ടാമതായി വെള്ളത്താൽ ജനിക്കണം. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആത്മാവിനാൽ ജനിക്കണം. യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്റെ ശിഷ്യന്മാർ ഏറെ വ്യാകുലരായിരുന്നു. അപ്പോൾ യേശു പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരാം. അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കും. നിങ്ങളെ മരിച്ചവർക്കിടയിൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങളെ രൂപാന്തരപ്പെടും. നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാനുള്ള കൃപ തരും. പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരിക്കൽ ഈ പരിശുദ്ധാത്മാവിനെ ഒരു ആൾ രൂപത്തിൽ കാണാനിട വന്നു. കുറെ കാലങ്ങൾക്ക് മുൻപേ പാസ്റ്റർ പൊടിക്കുഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പാസ്റ്റർ കൊട്ടാരക്കരയിലെ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ബ്രദർ ജോസ്, പാസ്റ്റർ പൊടിക്കുഞ്ഞു മരിച്ചിരിക്കുന്നല്ലോ, അയാൾ ആ കാര്യങ്ങളെല്ലാം ജോസ് പോയി ചെയ്യണം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, വളരെ ഉത്സാഹിയായിരിക്കണം. ഞാൻ ആ രാത്രി മുഴുവൻ കിടന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, എന്നാൽ ഒരു നാളും അത് സാധ്യമല്ല. പാസ്റ്റർമാർ അങ്ങനെ നിർബന്ധമായി പറയുന്നു. എനിക്കതിനുള്ള പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തറയിൽ കമന്നു കിടന്ന് രാത്രി മുഴുവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു സംഭവം കണ്ടു. ഒരു പുരോഹിതൻ എന്റെ സമീപത്തൂടെ പോകുന്നു. മനോഹര രൂപിയായ ഒരു വയോധ്യനായ പുരോഹിതൻ. ഞാൻ അദ്ദേഹത്തെ കണ്ടുടനെ അങ്ങ് വണങ്ങി. താൻ എന്നോട് പറഞ്ഞു, ഞാൻ മൽക്കിസദേക്കാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. ഞാൻ കേവലം ഒരു ശക്തി മാത്രമല്ല, ഞാനൊരു വ്യക്തിയാണ്. ഞാൻ ആശ്വാസപ്രദനായി ഭൂമിയിലുണ്ട്. നീ എന്റെ കരത്തിൽ താണിരിക്ക. അതിനുശേഷം സമീപത്ത് ഒരു ചെറിയ കുഴി, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, അതിലിറങ്ങിയാൽ എന്റെ ജീവൻ പോകും. ഇല്ല, അതിനുള്ളിലേക്ക് ഇറങ്ങിക്കാട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ച് ഇറങ്ങി. ഉടനെ താൻ കരം വെച്ച് എന്നെ മൂടി. എന്നോട് പറഞ്ഞു, ഭൂമിയോളം താണാ പോരാ, ഭൂമിയേക്കാൾ താഴ്മയുള്ളവനായി ജീവിക്കുന്നിടത്തോളം കാലം എന്റെ കരം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. തക്ഷണം എന്റെ വ്യാകുലം വിട്ടുപോയി. ദൈവം ഇന്നുവരെയും തന്റെ കൃപ തരുന്നു. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു ശക്തി മാത്രമല്ല സ്നേഹിതരെ, അതൊരു വ്യക്തിയാണ്. അത് മൽക്കിസദേക്ക് എന്നാണ് പേർ പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. യേശുവിനെ മരിച്ചവർക്കിടയിൽ ഉയർപ്പിച്ച ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മെ ഉയർപ്പിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കൃപ തരുന്നു. പ്രസംഗിപ്പാൻ കൃപ തരുന്നു. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനാണ് ആവശ്യപ്പെട്ടത്. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം, പുതുതായി ജനിക്കണം, വെള്ളത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ആരും ബൈബിൾ കോളേജുകളിൽ പഠിച്ചിട്ടില്ല. ഒരു വേദപുസ്തക പണ്ഡിതന്മാരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളിൽ ഉപരിയായി മറ്റൊരറിവുമില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് അധികമായ ഒരു വ്യത്യസ്തമായ ഒന്നും തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ബ്രദർ വാഹനം ഓടിക്കുന്നുണ്ട്. ആ
ബ്രദർ വാഹനം ഓടിക്കുന്നതിൽ ഉപരിയായി എനിക്ക് എന്റെ പ്രസംഗം വലുതായി ഞാൻ തോന്നിയിട്ടുമില്ല. കാരണം ഇന്നുവരെയും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബലഹീനതയിൽ തുണ നിന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിച്ചു. പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തിയിൽ ഞങ്ങളെ താങ്ങി. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തീകരിച്ചു. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇനി ഒരു ദിനത്തിങ്കൽ ഞങ്ങളുടെ അരുമനാഥൻ വരുമ്പോൾ ആ കാഹളനാഥത്തിങ്കൽ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തും. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ നിങ്ങൾ ആത്മാവിനാൽ ജനിപ്പി, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. നിഷേധിതമായ മനസ്സിനെ വിട്ടെറിഞ്ഞിട്ട് കർത്താവിന്റെ പാദവിടത്തിൽ താഴുവീൻ. വിശ്വസ്തനായ കർത്താവ് നമുക്ക് ദാനമായി തന്റെ ആത്മാവിനെ തരും. യേശു പറയാണ്, ഞാൻ പോകുന്നു, ഞാൻ പോയി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരാം. അവൻ വരുമ്പോൾ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ഇന്നുവരെയും തിരുവെഴുത്തിന്റെ സത്യങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തന്നത്, ഞങ്ങൾക്ക് സഹായിയായി നീതിയുള്ള പിതാവ് അയച്ചു തന്ന പരിശുദ്ധാത്മാവ് എന്ന ആ ആശ്വാസപ്രദൻ തന്നെയാണ്. ആകയാൽ നിക്കോദിമോസേ, നീ പുതുതായി ജനിക്കണം. നീ വെള്ളത്താൽ ജനിക്കണം. അടുത്തത് നീ ആത്മാവിനാൽ ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിലേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഒക്കൂ. അത് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞതാണ്. ഏതായാലും യേശു പറഞ്ഞതിനപ്പുറത്തോട്ട് ആർക്കും പറയാൻ അധികാരമില്ല. ക്രൈസ്തവ ലോകത്തിൽ പലരും പല അഭിപ്രായവും പറയുന്നുണ്ട്. ഞാൻ അതിൽ 1% പോലും അംഗീകരിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവും തിരുവെഴുത്തു എന്തു പറയുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ലോകത്തിൽ ഓരോരുത്തർ അവരുടെ സൗകര്യാർത്ഥം വ്യാഖ്യാനിച്ചേക്കാം, പറഞ്ഞേക്കാം. അവരെ തെറ്റെന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. അത് അവരുടെ വാക്കുകളെ നിഷേധിപ്പാൻ ഞാൻ തയ്യാറുമല്ല. ഞാൻ വിശ്വസിക്കുന്നു, ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും നീക്കപ്പെടാത്ത തിരുവെഴുത്തിൽ നമ്മുടെ മശിഹാ തമ്പുരാൻ യഹൂദ ഭക്തനായ നിക്കോദിമോസിനോട് പറയുകയാണ്, നിക്കോദിമോസ്, നീ എന്നെ നല്ലവനെന്ന് വിളിച്ചതുകൊണ്ടോ, ഞാനൊരു ഗുരുവാണെന്ന് പറഞ്ഞതുകൊണ്ടോ, എന്നെ ആകാശത്തോളം പുകഴ്ത്തിയതുകൊണ്ടോ നിനക്ക് പ്രയോജനമില്ല. നിനക്കിപ്പോൾ അക്ഷരീയ അറിവല്ല ആവശ്യം, നിനക്കൊരു ആത്മീയ ജനനമാണ്. ആകയാൽ നീ പുതുതായി ജനിക്കണം. അടുത്തതായി പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ജലസ്നാനം എടുക്കണം. നമ്മൾ അതിനെല്ലാം ഇപ്പോഴും ഒരുക്കമായിരിക്കണം. നമ്മുടെ അവസരങ്ങൾ ഇതാന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. സ്നേഹിതരെ, ഞാൻ വർഷങ്ങൾക്ക് മുൻപേ ഒരു വയോധ്യനായ പിതാവിനെ കണ്ടെത്തി. 80-85 വയസ്സ് കാണും. തന്റെ ശരീരം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ എന്നെ ഒരു മകനെ പോലെ സ്നേഹിക്കുമായിരുന്നു. താൻ നമ്മുടെ മാർഗത്തിലുള്ള ആളല്ലായിരുന്നു. ഞാൻ അവിടെ പോയി കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറയാണ്, മോനെ, എനിക്കൊന്ന് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് എന്നെ ഒന്ന് സഹായിക്കാമോ? അപ്പോഴേക്കും താൻ വളരെ ബലഹീനനായിരുന്നു. താൻ തന്റെ ഒരു സംഭവം എന്നോട് പറഞ്ഞു. തന്റെ 16ാമത്തെ വയസ്സിൽ സ്നാനപ്പെടാൻ താൻ ഒരു നദിയിൽ പോയി ഇറങ്ങിയതായിരുന്നു. താൻ ഒരു ഭക്തനായ ആളിന്റെ പ്രസംഗം കേട്ട് മനം തിരിഞ്ഞിട്ട് താൻ സ്നാനപ്പെടാൻ കടവിൽ പോയി ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആള് പിടിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച ഇവിടെ സൈമൺ സാർ വരും, അപ്പോൾ ഞങ്ങൾ സ്നാനപ്പെടാൻ ഇരിക്കുകയാണ്, ആ കൂട്ടത്തിൽ നിനക്ക് സ്നാനപ്പെടാൻ കരയ്ക്ക് കയറാൻ പറഞ്ഞു. ആ മനുഷ്യൻ ആ വാക്ക് കേട്ട് കരയ്ക്ക് കയറി. വയസ്സ് 74-75 വയസ്സായി. ഇന്ന് തന്റെ ആത്മാവ് ഞരങ്ങുകയാണ്. തന്റെ ആത്മാവ് തന്നോട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അത്യുന്നതന്റെ വചനത്തോട് മത്സരിച്ചാൽ അവൻ ഇരുളിലും അന്ധതമസിലും ഇരിക്കും. ഞാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ആ മനുഷ്യന്റെ ആഗ്രഹത്തെ സ്വർഗം മാനിക്കണമേ. ചിലപ്പോൾ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. ചില ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ വേദപുസ്തക വിവരമുള്ളവർ പറയുന്നത് കർത്താവായ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരെ കുറിച്ചാണ്. അത് ക്രിസ്തീയ സമൂഹത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഞാൻ അടുത്ത കാലത്ത് ഒരാളോട് പറഞ്ഞോണ്ടേ, അദ്ദേഹം എന്നോട് പറഞ്ഞു, പസ്സേ, കർത്താവായ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പിന്നെ അദ്ദേഹം എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത്? ഞാനും അന്നേരം അത് ശരിയായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. കർത്താവ് അവനോട് പറയാണ്, ഇന്ന് രാത്രിയിൽ നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. പ്രിയ സ്നേഹിതരെ, പക്ഷെ അതിനു മുൻപ് ചില സംഭവങ്ങൾ നടന്നിരുന്നു. 2 കള്ളന്മാരും റോമൻ നിയമത്തിന്റെ മുൻപാകെ പിടിക്കപ്പെട്ട കുറ്റവാളികളാണ്. അവരുടെ കൈകാലുകൾ ആണികൾ കേൾപ്പിക്കപ്പെട്ടിരുന്നു. അവർ പിടഞ്ഞ് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ യേശു അതിന്റെ നടുവിൽ ശരീരം ആസകലനം അടിയേറ്റ് മുൾക്കിരീടം ധരിച്ച് രക്തം ധാരധാരിയായി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ 2 ഭാഗത്തും 2 ദുഷ്പ്രവർത്തിക്കാരായവർ കിടക്കുന്നു. അതിൽ 2 പേരും യേശുവിനെ ആക്ഷേപിക്കുന്നില്ല. ഒരുവൻ യേശുവിനെ ആക്ഷേപിച്ചു. യേശുവിനോട്, നീ യേശു ആണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ, നീ നിന്നെ തന്നെ രക്ഷിച്ചിട്ട് ഞങ്ങളെ കൂടെ രക്ഷിക്ക. അവൻ യേശുവിനെ ആക്ഷേപിക്കാനും പ്രാകുവാനും ശപിക്കുവാനും തുടങ്ങി. അവൻ യഹൂദന്മാരോടുകൂടെയും അവരെ യേശുവിനെ ക്രൂശിച്ച സൈനികരോടുകൂടെയും യേശുവിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. തൽക്ഷണം മറു സൈഡിൽ കിടന്നവൻ ഇവൻ അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്,
നീ അങ്ങനെ പറയരുത്. നാം തെറ്റുകാരാണ്, നാം തെറ്റിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. റോമൻ ഗവൺമെന്റിന്റെ നിയമത്തെ ലംഘിച്ചതിനാൽ തെറ്റിന്റെ ശിക്ഷയാണ് ഞാനും നീയും റോമൻ നിയമം അനുസരിച്ച് അനുഭവിക്കുന്നത്. അവന്റെ ഒന്നാമത്തെ അറിവ് അവൻ തെറ്റുകാരനാണെന്നുള്ള അറിവും തെറ്റിന്റെ ശിക്ഷയാണ് അവൻ ഏൽക്കുന്നത്. അടുത്തത് അവൻ യേശുവിനെ തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇവൻ അരുതാത്തത് ചെയ്യാതാണ് ക്രൂശിക്കപ്പെടുന്നത്. അവൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. റോമന്റെ നിയമത്തിന് വിരുദ്ധമായി ഇവൻ പറഞ്ഞിട്ടില്ല. ഇവൻ റോമൻ നിയമത്തിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല. ഇവനെ റോമൻ പടയാളി ക്രൂശിക്കുന്നെങ്കിൽ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവന്റെ രണ്ടാമത്തെ അറിവ് അതാണ്. ഒന്ന്, അവന്റെ അറിവ് അവൻ പാപിയാണെന്നും പാപത്തിന്റെ ശിക്ഷ അവൻ ഏൽക്കുന്നു എന്നുള്ള അറിവ്. രണ്ടാമത്, യേശുവോ പാപം ചെയ്യാതാണ് ക്രൂശിക്കപ്പെടുന്നുള്ള അറിവ്. പാപം ാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം പാപിയാക്കിയ രംഗം ഈ ദുഷ്പ്രവർത്തിക്കാരൻ അറിഞ്ഞിരുന്നു. വീണ്ടും അവൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. യേശുവിന്റെ ആത്മാവും പ്രാണനും ശരീരവും തമ്മിൽ ഉഗ്രമായ വാദം. നിമിഷത്തിനുള്ളിൽ പ്രാണൻ വിട്ടുപോകും. തന്റെ നാവ് ഉള്ളിലേക്ക് വലിയുന്നു. ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി തന്റെ പ്രാണനെ പിതാവിങ്കൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഉടനെ അവൻ കർത്താവിനെ നോക്കി. കർത്താവിന്റെ ശരീരവാസകലനം അടിയേറ്റു. കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുന്നു. താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൽ ഇനി മുറിവേൽക്കുവാൻ ഒരിടമില്ല. അവൻ 3 നാണിമേൽ തൂങ്ങുന്നു. അധികം വൈകും മുൻപേ അവൻ മരിക്കും. പക്ഷേ ഇവൻ യേശുവിനെ നോക്കി പറയാ, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. അതുകൊണ്ടാണ് അവൻ പർദീസയിലേക്ക് പോയത്. അവന് 3 കാര്യം അറിയാമായിരുന്നു. ഒന്ന്, അവൻ പാപിയാണെന്നും. 2, യേശു പാപം ചെയ്തിട്ടില്ലെന്നും. 3, യേശുവേ, നീ ഇങ്ങനെ ഹീനമായി ക്രൂശിക്കപ്പെട്ടാലും ഒരു ദിവസം നീ രാജത്വം പ്രാപിക്കും. അതാണ് സാക്ഷാൽ മാനസാന്തരം. ആയതുകൊണ്ടാണ് അവനെ പർദീസയിൽ പോയത്. അതുകൊണ്ട് അത് പറഞ്ഞ് കള്ളന്മാരെ നോക്കി നടന്ന നമ്മൾ നരകത്തിൽ പോകും. സ്നേഹിതരെ, ഓർത്തുകൊള്ളണമേ, ക്രൂശിലെ ഒരു കള്ളൻ ഇടം കിട്ടി എന്ന് പറഞ്ഞ് നാട്ടിലെ സകല കള്ളന്മാരും രക്ഷപ്പെടാമെന്ന് നോക്കരുത്. 2 കള്ളന്മാരുടെ നടുവിൽ കിടന്ന കർത്താവ് ക്രൂശിക്കപ്പെട്ടെങ്കിൽ കർത്താവിനെ നോക്കി പോയാൽ മതി. കർത്താവാണ് നമ്മളോട് പറഞ്ഞ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, കള്ളനല്ല. കള്ളനെ നോക്കി പോകരുത്, അവസാന നരകം. ഈ ഒരു കള്ളന്റെ സംഭവം യാദൃശികമല്ല. യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ഭക്തനായ ദാവീദ് പാടി, അരിഷ്ടൻ നിന്നോട് അപേക്ഷിച്ചപ്പോൾ നീ അവന്റെ അപേക്ഷ കേട്ടു, എന്റെ കൈകാലുകളെ തുളച്ചു, എനിക്ക് എന്റെ അസ്ഥികളെ എണ്ണാം, എന്റെ വസ്ത്രം അവർ പകുത്തിട്ടെടുത്തു. അടുത്തതായി പറയുന്നു, അരിഷ്ടൻ അപേക്ഷിച്ചാറേ അവന്റെ അപേക്ഷ നീ നിരസിച്ചില്ല. യാദൃശികമായി എന്ന് തോന്നിയാലും അത് പ്രവചനത്തിന്റെ നിവർത്തിയായിരുന്നു. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടിട്ടില്ല, സത്യം തന്നെ. അവന്റെ കൈകാലുകൾ ഊരിവിട്ടാൽ അവൻ ആദ്യം ഏതെങ്കിലും ബാസി യോനാച്ചന്റെ കീഴിൽ പോയി സ്നാനപ്പെടും. കാര്യം അന്ന് വരെ ഉള്ളവർ സ്നാനപ്പെട്ടിരുന്നു. വഞ്ചിക്കപ്പെടരുത് സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. സാത്താൻ വലിയ തന്ത്രശാലിയാണ്. അവൻ ഏതൻ തുടങ്ങി വഞ്ചനയുടെ ആത്മാവുമായി പുറപ്പെട്ടു. ദൈവത്തെ പോലെയാകും, കണ്ണു തുറക്കും, നന്മ തിന്മ തിരിച്ചറിയുമെന്ന വഞ്ചകന്റെ വാക്കുകേട്ട് ആദാമ്യ തലമുറ പാപത്തിലാണ്ടുപോയി. നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ. യജമാനൻ നമ്മുടെ സമയത്തെ കുറിച്ച് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന സമയം നീ എന്തിനു ചെലവഴിച്ചു? ഞാൻ നിനക്ക് തന്ന ശരീരം നീ എന്തിനു ഉപകരിച്ചു? ഞാൻ നിനക്ക് തന്ന അറിവ് നീ എങ്ങനെ പ്രയോജനപ്പെടുത്തി? ആ ദിനത്തിങ്കൽ ആദാമിനെ പോലെ ദുഃഖിതനും ലജ്ജിതനും നഗ്നനും ഭീരുമായി തീരാതിരിക്കണമെങ്കിൽ ജീവിതയാത്രയിൽ നിന്റെ കാലടി എവിടെ എന്നുള്ളത് നീ അറിഞ്ഞുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ 1 പുതുതായി ജനിക്കണം, 2 വെള്ളത്താൽ ജനിക്കണം, 3 പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം. ആത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ തുണ നിന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപ തന്ന് പ്രസംഗിപ്പാനുള്ള കൃപ തന്ന് എല്ലാം നടത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നാം പുതുതായി ജനിക്കണം. അടുത്തതായി നമ്മുടെ കർത്താവിന്റെ വാക്ക് നമുക്ക് നോക്കാം. വായിച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ. യേശു ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറെ പേർക്ക് ഒരു പണിയില്ല. അവരിങ്ങനെ മെനക്കെട്ട് നടന്ന് കർത്താവിനെ വിളിക്കുക, കർത്താവേ കർത്താവേ. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, മാതാപിതാക്കന്മാരുടെ ജോലിക്കിടയിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവേ 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 എന്ന് വിളിച്ചോണ്ടിരിക്കും.
കുറെ വിളി കേട്ടപ്പം കർത്താവ് തിരിഞ്ഞിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്നെ രാവിലെയും വൈകിട്ടും കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നിങ്ങളുടെ നാവിലെ വെള്ളം പറ്റി വായിക്ക് തഴമ്പ് പിടിച്ചുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, എനിക്കും നിങ്ങൾക്കും അവിടെ ഉണ്ട്. പക്ഷെ പോയി പറ്റണമെങ്കിൽ കർത്താവ് പറയുന്ന പോലെ ചെയ്യണം. ഒന്നാമത് പുതുതായി ജനിക്കണം, വെള്ളത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. അടുത്തതായി പറയുന്നു കർത്താവ്, ഒന്നുകൂടെ വായിച്ചേ. എന്നോട് കർത്താവേ കർത്താവേ എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ, മക്കളെ ശ്രദ്ധിച്ചോളൂ, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ പോയി ചേരുന്നത്. പിതാവിന്റെ ഭവനത്തിൽ പോയി ചേരണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോലെ കിടക്കുകയല്ല. ഒരു വാതിൽ വഴി കയറി ബസ് ഇങ്ങനെ അടുത്ത വാതിൽ വഴി ഇറങ്ങും. ഇവിടെ KSRTCയുടെ സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ? ചിലരൊക്കെ ചിന്ത ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനെ മാടക്കടയും പോലെയും കൊച്ചുകൂടിയും ഒക്കെ കിട്ടുമെന്നുള്ള ചിന്തയാണ്. ഇങ്ങനെ നാൽക്കവല പോലെ അതിങ്ങനെ തുറന്നു കിടക്കുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ വലിഞ്ഞു കയറി പറ്റാമെന്നല്ല സ്നേഹിതരെ. ദൈവത്തിന്റെ രാജ്യമാണ്. യാതൊരു അശുദ്ധനും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. പൗലോസ് പറയുന്നു, അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ആകയാൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, വലിയ യഹൂദനുമല്ല, യവനനുമല്ല, ദാസനുമല്ല, സ്വതന്ത്രനുമല്ല, അമേരിക്കക്കാരനുമല്ല, ആഫ്രിക്കക്കാരനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് ദൈവരാജ്യത്തിൽ പോകാം. ഇനി നമുക്ക് ചിന്തിക്കേണ്ട, എന്താണ് നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം? എന്താണ് ദൈവ ഇഷ്ടം? യേശു പറയുകയാണ്, അവൻ അയച്ച പുത്രനിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം വായിച്ചാൽ, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. കർത്താവായ യേശുവിനെ നോക്കി വിശ്വസിക്കണം എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമാണ്. യേശു പറയാ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. ചില മനുഷ്യരുണ്ട് മെനക്കെട്ട് നടന്ന് കർത്താവിനെ വിളിച്ചു കളയും. കർത്താവിന് തന്നെ അത് കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്ന് തന്നെ ഉണ്ടായിരുന്നു കർത്താവിന്റെ പുറകെ നടന്ന് കർത്താവേ 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 എങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് തിരിഞ്ഞെന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ രാവിലെയും വൈകിട്ടും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് പോക്ക് നടക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പെന്തിക്കോസിലെ പാസ്റ്റർമാരുടെ ഉപദേശങ്ങളൊന്നും അല്ല. അവര് പറയുന്ന ആരും നിങ്ങൾ അംഗീകരിക്കുകയും വേണ്ട. സ്വർഗസ്ഥനായ പിതാവ് ഭൂമിയിൽ അയച്ചു തന്ന നമ്മുടെ കർത്താവായ യേശു പറഞ്ഞതാണ്. കർത്താവായ യേശു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ്, ഒരുവൻ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ പുതുതായി ജനിക്കണം. നിക്കോദീമോസേ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് സ്വർഗം കാണാൻ പോലുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞാറേ നിക്കോദീമോസ് പിന്നെ മറുപടി പറയാനും മറുതലിക്കാനും ഒന്നും പോയില്ല. സംശയം തീർത്ത് അധികം വൈകി മുമ്പ് കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ച് അവസാനം കർത്താവ് മരിച്ചപ്പോൾ അവന്റെ ശവശരീരം അടക്കാൻ തനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. താനും കൂടെ ചേർന്നാണ് യേശുവിന്റെ ശവശരീരം ശീലയിൽ പൊതിഞ്ഞു വെച്ചത്. ആ ഭക്തന്മാരെല്ലാം ദൈവത്തെ അനുസരിച്ച് വിശ്വസിച്ച് ദൈവഹിതം അവരിൽ പ്രവർത്തിച്ചിരുന്നു. ആകയാൽ നമ്മുടെ ജീവിതയാത്രയിൽ ഓർത്തുകൊള്ളണമേ, പുതുതായി ജനിച്ച വെള്ളത്താലും ആത്മാവിനാലും ജനനം പ്രാപിക്കണം. അതിലുപരി ഇപ്പോൾ പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർക്കല്ല. ചിലരുണ്ടല്ലോ ഇങ്ങനെ അച്ചടിച്ച് കിട്ടിയ പേപ്പറിലെ ഒറ്റ അക്ഷരം തെറ്റത്തില്ല, കാണാപ്പാടും അതങ്ങ് പറഞ്ഞു പിടിപ്പിക്കുക. മരണത്തിനായാലും കല്യാണത്തിനായാലും സകല ആരാധനയ്ക്കായാലും അച്ചടിച്ച് കിട്ടിയ ആ പേപ്പറിന്റെ അക്ഷരം തെറ്റാതെ ഇങ്ങനെ ജൽപ്പനം ചെയ്ത് കാലം കഴിക്കുക. അപ്പോൾ കർത്താവ് അവരെ നോക്കി പറയാ, കർത്താവേ കർത്താവേ എന്ന് നീ വിളിക്കണ്ട, കുറച്ച് വിളിച്ചാൽ മതി. പിന്നെ അത്യാവശ്യം നീ ചെയ്യേണ്ടത് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം. അപ്പോൾ നമ്മൾ ചോദിക്കുക, കർത്താവേ എന്തായിരിക്കും അങ്ങയുടെ പിതാവിന്റെ ഇഷ്ടം? യേശു പറയാണ്, അവൻ അയച്ച പുത്രനെ നോക്കി വിശ്വസിക്കണം എന്നുള്ളത് അത്രേ എന്റെ പിതാവിന്റെ ഇഷ്ടം. സ്വർഗീയ പിതാവിന് ഒരു ഇഷ്ടമുണ്ട്. അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി അയച്ചു തന്ന യേശുവിനെ നോക്കി വിശ്വസിക്കുക എന്നുള്ളത് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. ആകയാൽ കർത്താവായ യേശുവിൽ നാം വിശ്വസിക്കണം. അടുത്തതായി സ്വർഗത്തിൽ പോകാൻ ഉള്ള കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് താഴേക്ക് ചിന്തിക്കാം. നമ്മുടെ കർത്താവായ യേശു പറയുന്നല്ലോ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചാൽ, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ വാക്കുകളാണ്, ശ്രദ്ധിച്ചോളണേ. കർത്താവിനെ അനുഗമിച്ചവരോട് പറയാണ്, പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റ ഒരുത്തൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. കർത്താവ് തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞത് തിരുവെഴുത്ത് മുഖാന്തരം നാം കേട്ടതാ. ഇതെല്ലാം യേശു തിരുവായി മൊഴിഞ്ഞ വാക്കുകളാണ് കേട്ടോ. അല്ലാതെ അപ്പോസ്തലന്മാരോ പിൽക്കാലത്തെ സഭാ നേതാക്കന്മാരോ അവരുടെ ആശയത്തിൽ വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ളതല്ല.
നമ്മുടെ അരുമനാഥൻ ഭൂമിയിൽ ജീവിച്ചിരിക്കെ തിരുവായി മൊഴിഞ്ഞു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയാം, പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകത്തില്ല. ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം. എന്താണ് പരീശന്റെയും ശാസ്ത്രിയുടെയും നീതി എന്നറിയാമോ? പണ്ട് പള്ളി പ്രാർത്ഥിക്കാൻ പോയി ഒരു പരീശനെ കുറിച്ച് യേശു പറഞ്ഞു. അവനിങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി ഒരു തൂണയിലോട്ട് ചാരി നിന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും, നേടുന്നതിനൊക്കെ പതാരം കൊടുക്കും, ചതുപ്പ മേടിച്ചാലും ജീരകം മേടിച്ചാലും എല്ലാറ്റിന്റെയും അംശം ഞാൻ കൊണ്ടു കൊടുക്കും. ഞാൻ പിടിച്ചുപറിക്കാരനല്ല, ഞാൻ കള്ളനല്ല, ദുഷ്ടനല്ല. ഇവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിലേ പോയി. അവനെ അപരിചിതമായിട്ടൊന്ന് കിട്ടിയത്, എന്തുകൊണ്ട് മഴ പെയ്തുകൊണ്ട് കയറിയതാണോ എന്ന് അറിയത്തില്ല. അവനങ്ങനെ ദേവാലയമായിട്ടൊന്നും ബന്ധമില്ല. ഏതായാലും തകർന്നുടഞ്ഞ ഒരു ഹൃദയത്തോടെ ഈ പാവപ്പെട്ടവൻ പ്രാർത്ഥിക്കാൻ അവിടെ കയറി. അപ്പൊ സമീപത്തൊരു അച്ചാൻ ഇങ്ങനെ തൂണെ ചാരി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവൻ അവിടെ പ്രത്യേകിച്ച് പ്രമാണം ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അച്ചാന്റെ വായിന്ന് വന്ന പ്രമാണം അവനെ കുത്താൻ തുടങ്ങി. അച്ചാൻ പറയും, ആഴ്ചയിൽ ഞാൻ 2 വട്ടം ഉപവസിച്ചു. ഇവന്റെ ജീവിതത്തിൽ ഉപവസിച്ചിട്ടില്ല. ഇവന്റെ ജീവിതത്തിൽ ഉപവസിച്ചിട്ടില്ല. പണ്ട് തന്നെ പനിയോ ടൈഫോയിഡോ വല്ലതും പിടിച്ച് കിടന്ന് കഞ്ഞി കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇവൻ ഉപവസിച്ചിട്ടില്ല. അവൻ കുത്തൽ കൊണ്ടു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കണമോ? ഇല്ല കർത്താവേ, ഞാനത് ചെയ്തിട്ടില്ല. അടുത്തത്, നേടുന്നതിനൊക്കെ പതാരം കൊടുക്കും. ഇത് കേട്ടപ്പോ അവൻ ഞെട്ടി. അവൻ 10 പൈസ ദേവാലയത്തിൽ കൊടുത്തിട്ടില്ല. കുരിശും തൊട്ടിന്ന് കാശ് അടിച്ചോണ്ട് പോവാമെങ്കിൽ അത് പോയിട്ടുള്ളതല്ലാതെ, അവൻ കർത്താവിന്റെ നാമത്തിൽ വെട്ടിച്ചിട്ടുള്ളതല്ലാതെ 10 പൈസ അവൻ പള്ളിക്ക് കൊടുത്തിട്ടില്ല. രണ്ടാമത് അവൻ അടിയേറ്റു. അടുത്തത്, പിടിച്ചുപറി, കൊലപാതകം, ദുർനടപ്പ്, എഴുതപ്പെട്ട പ്രമാണം ഒന്നൊന്നായി പരീശൻ പറഞ്ഞുകൊണ്ടിരുന്നു. അധമഭാവിയായവൻ ആ വാക്കുകൾ അവന്റെ കാതിൽ കേട്ടിട്ട് തകർന്നുടഞ്ഞു. അവൻ ദൈവത്തിനൊന്നും കൊടുത്തിട്ടില്ല, അവൻ ഉപവസിച്ചിട്ടില്ല, അവൻ പിടിച്ചുപറിക്കാരനാണ്, അവനൊരു പാവിയാണ്, അവൻ സ്വർഗത്തിലേക്ക് നോക്കിയില്ല. ഇങ്ങനെ ഒരു പ്രതീക്ഷയോടാണ് സ്വർഗം ഇരിക്കുന്നതെന്ന് അവന് ബോധ്യപ്പെട്ടാറേ അവൻ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, അയ്യോ, ഞാനൊരു പാവിയായ മനുഷ്യൻ, എന്നോട് ക്ഷമിക്കണമേ. അവൻ ക്ഷമ പ്രാപിച്ചവനായി വീട്ടിൽ പോയി. ഈ പരീശനായ അച്ചാൻ വാക്ക് തെറ്റാണ്. അടുത്ത ആഴ്ച ഇത് തന്നെ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പരീശന്റെ നീതി സ്വന്തം നീതിയെ സ്ഥാപിക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ ചതുപ്പ കൊണ്ടു കൊടുത്തും ജീരകം കൊണ്ടു കൊടുത്തും ഒക്കെ സ്വർഗരാജ്യത്തിൽ പോകാം എന്നുള്ള പരിപാടിയായിരുന്നു വെച്ചിരുന്നത്. ഇല്ല, പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ നിങ്ങൾ കവിയണം. അവർ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചാറേ. നമ്മുടെ ആത്മജീവിതം അങ്ങനെയല്ല. നീതിക്ക് 2 ഭാഗം ബൈബിൾ പറയുന്നു. ഒന്നാമത് വിശ്വാസത്താൽ. വിശുദ്ധ പൗലോസ് പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. ആകയാൽ വിശ്വാസത്താൽ വേണം നീതീകരിക്കപ്പെടാൻ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പരീശന്റെ നീതിയെ കവിയുന്ന വേറൊരു നീതിയെ നമുക്ക് കാണാം. പരീശൻ ചതുപ്പയും ജീരവും കൊണ്ട് കൊടുത്ത് നീതീകരിക്കപ്പെടാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ഭക്തൻ പറയാ, കർത്താവായ യേശുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം മുൻപാകെ നിൽപ്പാനുള്ള പ്രാഗൽഭ്യം എന്ന് ചുരുക്കം. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ധൈര്യമായി പോയി നിൽക്കേണ്ടതിന് നമ്മുടെ പാകപ്പഴയ്ക്ക് വേണ്ടി മറ്റാരോ നമുക്ക് വേണ്ടി കൊടുത്തിട്ട് നമ്മെ അതിൽ നിന്ന് ഒഴിവാക്കി പ്രാഗൽഭ്യം നൽകുന്ന അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. നാം അധർമ്മികളും പാപികളും ദോഷികളും ആയിരിക്കുമ്പോൾ പാപമറിയാത്ത മശിഹായെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു തന്നിട്ട് അവനൊരു പാപിയെ പോലെ വധിക്കപ്പെട്ടു. എന്തിന്? നാം ദൈവത്തിന്റെ നീതിയായി തീരുവാൻ. അഭിഷക്തനായ മശിഹായെ ദൂരത്തു നിന്ന് ദാനിയേൽ പറഞ്ഞു, അവൻ ഛേദിക്കപ്പെടും, തനിക്ക് വേണ്ടി അല്ലതാനും. മലയാള ബൈബിളുകളിൽ ചിലതിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന അവൻ ആരും ഇല്ലെന്ന് വരും. പക്ഷെ ആരാമ്യ ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്നത് അവന് വേണ്ടി അല്ലതാനും. യേശു ജനിക്കുന്നതിന് 600 വർഷത്തിനപ്പുറം നിന്നുകൊണ്ട് ബാബിലോണിൽ നിന്നുകൊണ്ട് ഗോൽഗോത്തായിൽ ക്രൂശിക്കപ്പെടുന്ന അഭിഷക്തനെ നോക്കിക്കൊണ്ട് ദാനിയേൽ പാടി, അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് വേണ്ടി അല്ലതാനും. പിന്നെ ആർക്കു വേണ്ടി? പിന്നെ എന്തിനു വേണ്ടി? പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തിന്റെ നീതി പ്രാപിക്കുവാൻ, ദൈവം മുൻപാകെ പോയി നിൽക്കുവാൻ യേശു നമുക്ക് പകരം മരിച്ചിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. ഞാൻ എന്റെ യേശുവിൽ വിശ്വസിച്ചാറേ യേശുവിന്റെ നീതി എന്നിലേക്ക് വന്നു. ആകയാൽ പരീശന്റെയും ശാസ്ത്രിയുടെയും നീതി പോലെ അക്ഷര്യമായ ഏതെങ്കിലും കൊടുത്ത് നീതി പ്രാപിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടണം. റോമാലേഖനം 5-ന്റെ 1 വായിച്ചാൽ,
വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം. വിശ്വാസത്താൽ വേണം ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടാൻ. മറ്റവരതല്ല, അവർ തങ്ങളുടെ നീതിയെ സ്ഥാപിപ്പാൻ ഇച്ഛിച്ചു. റോമാലേഖനം 10-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, യഹൂദൻ സ്വന്തം നീതിയെ സ്ഥാപിപ്പാൻ ഇച്ഛിച്ചതുകൊണ്ട് ദൈവനീതി അവനെ വിട്ടകന്നു പോയി. അവൻ സ്വന്തം നീതി കൊണ്ട് ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ച് നേടുന്നതിനൊക്കെ പതാരം കൊടുത്ത് തന്നെത്താൻ ജീവിതം നിയന്ത്രിച്ച് ഇങ്ങനെ മന്ത്രപ്പട്ടയും കെട്ടി പരീക്ഷഭക്തരായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിച്ച് പോയതിനാൽ അവർക്ക് നീതീകരിക്കപ്പെടാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ നാം പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, കർത്താവായ യേശുവിൽ അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതിയോ? അതുകൊണ്ട് നമുക്ക് നീതീകരിക്കപ്പെടാമോ? അതെ, വിശ്വാസത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. യേശു എന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ നീതി കിട്ടും. പിന്നെ നമുക്ക് ധൈര്യമായി പോയി നിൽക്കാം. നമ്മുടെ ആത്മജീവിതത്തിന് ഏറ്റവും നല്ല സുരക്ഷിതം നല്ല മനസാക്ഷിയാണ്. ഓർത്തുകൊള്ളണമേ, അപ്പോസ്തലനായ പൗലോസിന്റെ തുടക്കം തുടങ്ങി അവസാനം വരെ താൻ നല്ല മനസാക്ഷി കാത്തുകൊണ്ടു. നിങ്ങൾക്ക് എത്ര കാലം നല്ല മനസാക്ഷി ഉണ്ട് സ്നേഹിതരെ, അത്രയും കാലമേ നിങ്ങൾക്ക് ആത്മധൈര്യം കാണത്തുള്ളൂ. നിങ്ങൾ തന്നെ വാഹനം ഓടിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കുഴപ്പടിയുണ്ട്. ഒന്നിൽ നിങ്ങൾ ലൈസൻസ് എടുത്തിട്ടില്ല, സമയത്തല്ല ടാക്സ് അടച്ചിട്ടില്ല, അല്ലെ ഇൻഷുറൻസ് നിങ്ങൾ ചെയ്തിട്ടില്ല. പോലീസുകാരെ, വെഹിക്കിൾ ഓഫീസർമാരെ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ മുട്ടുകൂട്ടി ഇടിക്കാൻ തുടങ്ങും. ചിലർക്ക് ആത്മധൈര്യം കൊണ്ട് ഓടിച്ചു പോകുന്ന കാണാറുണ്ട്. കാര്യം അവരുടെ കാക്കി കാണുമ്പോഴേ ഇവന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുകയാണ്. അവന്റെ കാക്കിക്ക് എത്രമാത്രം അധികാരമുണ്ടെന്നും എത്രമാത്രം തന്നെ ശിക്ഷിക്കാമെന്നും താൻ ശിക്ഷയ്ക്ക് യോഗ്യനാണെന്നുള്ള അറിവ് വരുമ്പോൾ മുട്ടുകൂട്ടി ഇടിക്കാൻ തുടങ്ങി. പോലീസുകാർ പിടിക്കുന്ന തന്നെ ഇവന്റെ ഇടി കണ്ടിട്ടാണ്. ഇവന്റെ നെഞ്ചിടിപ്പും ഇവന്റെ സിയറിങ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന കാണുമ്പോഴേ പിടികിട്ടും ഇവൻ ഏതോ കുഴപ്പടി കാണിച്ചിട്ടുണ്ട്. ഇതാണ് മനസാക്ഷിയുടെ അവസ്ഥ. ഓർത്തുകൊള്ളണമേ, മനസാക്ഷിക്ക് ക്ഷതം സംഭവിച്ചാൽ നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകും. ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയാൽ യേശുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ രക്ഷയും അവങ്കിലുള്ള പ്രത്യാശയ്ക്കും ക്ഷണം സംഭവിക്കും. ചിലപ്പോൾ ജീവിതയാത്രയിൽ നമ്മുടെ മനസാക്ഷിക്ക് ക്ഷതം സംഭവിച്ചെന്ന് വരാം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് വരാം. പക്ഷേ നിങ്ങൾ അതിനെ വെച്ച് വളർത്തരുത്. ചിലപ്പോൾ ഒരു തെറ്റിനാൽ നിങ്ങൾക്ക് ലഭിച്ച ശുദ്ധ മനസാക്ഷി നഷ്ടപ്പെട്ടിട്ട് അതിലൊരു ചെറിയ പാട് വീണെന്ന് വരാം. തൽക്ഷണം നിങ്ങൾ അത് ക്രമീകരിക്കണം. ഇല്ലെങ്കിൽ ആ പാട് പിന്നീട് വിള്ളലായി മാറും, ആ വിള്ളൽ ഗർത്തമായി മാറും, ആ ഗർത്തം ഒടുവിൽ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകും. ആകയാൽ പോറൽ വീഴുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ നിർജീവ പ്രവൃത്തിയെ പോക്കി നിങ്ങൾക്കൊരു ശുദ്ധ മനസാക്ഷി തരുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. പ്രിയ സ്നേഹിതരെ, ഓർത്തുകൊള്ളണമേ, മനസാക്ഷി നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കരുത്. ജീവിതം തകർന്നുടഞ്ഞു പോകും. പൗലോസ് പറയാ, ഹുമന്യോസും അലസന്തറും അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ജീവിതയാത്രയിൽ മനസാക്ഷിക്ക് പോറലേറ്റാൽ ഉടനെ മറയ്ക്കാൻ ശ്രമിക്കരുത്. നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി പക്ഷവാദം ചെയ്യുന്ന ഒരു പുരോഹിതനുണ്ട്. അവൻ നമ്മുടെ മൂത്ത സഹോദരനാണ്. അവന് നമ്മുടെ അവസ്ഥ നന്നായിട്ടറിയാം. നാം അവന്റെ അടുക്കൽ പോയി, കർത്താവേ, എനിക്കിങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങയുടെ രക്തം എന്റെ ഹൃദയത്തെ കഴുകണമേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ നിർജീവ പ്രവർത്തികളെ നീക്കി നിങ്ങളുടെ മനസാക്ഷിയെ ശുദ്ധീകരിപ്പാൻ തന്നെത്താൻ അർപ്പിച്ചു കൊടുത്ത യേശുവിന്റെ രക്തത്തിന് കഴിയും. ഇന്നുവരെയും ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളുടെ നിർമ്മല മനസാക്ഷി കാത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ശുദ്ധ മനസാക്ഷിയോടെ വേണം നാം നമ്മുടെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ. ഇവിടെ എന്താണ് പറഞ്ഞത്? പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം. ആകയാൽ യേശു ക്രിസ്തുവിങ്കൽ വിശ്വസിക്കണം. വിശ്വാസത്തോൾ മാത്രം പോരാ, അടുത്തതായി നീതിയുടെ 2ാം സ്റ്റെപ്പ്. യാക്കോബിന്റെ ലേഖനം വായിച്ചാട്ട് 2-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, മക്കളെ ശ്രദ്ധിച്ചോളണേ, മനുഷ്യൻ തന്റെ വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. പ്രവൃത്തികളാൽ തന്നെ നീതി. ഇപ്പോൾ 2 ഭാഗം പൗലോസ് പറയാണ്, വിശ്വാസത്താൽ ഒരുവൻ നീതീകരിക്കപ്പെടും. യാക്കോബ് അപ്പോസ്തലൻ പറയാ, വിശ്വാസം മാത്രം പോരാ, കൂട്ടത്തിൽ എന്ത് വേണം? പ്രവൃത്തിയും കൂടെ വേണം. എന്റെ കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കാര്യം എന്താ? നീ 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു. അന്ന് തുടങ്ങിയ കലണ്ടർ ഉണ്ട്, ഓരോ ദിവസത്തെ കലണ്ടറും ഞാൻ കാണുന്നു. അതുകൊണ്ട് നീ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലോട്ട് പോകത്തില്ല. കർത്താവ്
കർത്താവായ യേശുവിന്റെ രക്ഷകൻ എന്ന് വിശ്വസിക്കുകയും തുടർന്ന് നീതിയെ സ്നേഹിച്ച് നീതിയുടെ പാതയിൽ നടക്കുകയും ചെയ്യണം. എന്താണ് നീതി? നമുക്ക് എന്ത് നീതി ചെയ്യാം? ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു നീതിയുടെ ഒരു മാതൃക കാണിച്ചു തന്നു. എവിടെയെന്നറിയാമോ? യോർദാങ്കലായിരുന്നു. യോർദാങ്കിലേക്ക് തന്റെ കാൽച്ചുവടുകൾ ഇറങ്ങിച്ചെന്നു. യോർദാന്റെ ഇരുകരയിലുള്ളവർ ഇത് നോക്കിക്കൊണ്ടേയിരുന്നു. യോഹന്നാന്റെ ആത്മാവ് ഉണർന്നു. വരുവാനിരിക്കുന്ന മശിഹ ഇവനാണ്. പ്രപഞ്ചം ഭൂമിയിലേക്ക് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ആ യോർദാന്റെ ഇരുകരയിലുള്ള വൃക്ഷങ്ങൾ, പക്ഷികളൊക്കെയും ഈ യേശുവിന്റെ രംഗം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. യേശു മുൻപോട്ട് നടന്നു ചെന്നു. യോഹന്നാന്റെ അടുക്കൽ ചെന്നു. യോഹന്നാന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. സർവശക്തനായ ദൈവപുത്രൻ തന്റെ മുമ്പിൽ നിൽക്കവേ യോഹന്നാൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. അപ്പോൾ യോഹന്നാനോട് യേശു പറയാ, യോഹന്നാൻ ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. ആകയാൽ വിശ്വാസത്താൽ മാത്രമല്ല, നീതിയുടെ പ്രവൃത്തിയാൽ കൂടെയാണ് ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടുന്നത്. പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം. നാം നമ്മാലാവോളം നീതി പ്രവൃത്തി ചെയ്യണം. നീതിയെ പ്രാപിക്കണം, നീതിയെ പിന്തുടരണം. നമ്മുടെ ജീവിതയാത്രയിൽ നീതി പ്രവർത്തിക്കണം. നിങ്ങൾ നീതിമാന്മാരാണെങ്കിൽ നിങ്ങൾ വീഴട്ടെ. ദാവീദ് പറയുന്നു, നീതിമാൻ വീണു, പക്ഷേ അവൻ നിലം പരിചയായില്ല. അവന്റെ നീതി അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നു. ഒരു ദിവസം നിങ്ങൾ നിത്യതയിൽ പോകും, നീതിയിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കും. ഒരു ദിവസം സ്വർഗത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം ലഭിക്കും. അത് നിങ്ങളുടെ നീതി പ്രവൃത്തിയായിരിക്കും. ആകയാൽ നീതിയെ പിന്തുടരുവീൻ, നീതിയെ പ്രാപിക്കുവീൻ, നീതിയെ നിങ്ങൾ പ്രവർത്തിക്കുവീൻ. നീതിയോടെ കർത്താവിനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങുവീൻ. അടുത്തതായിട്ട് യേശു പറയുകയാണ് സ്വർഗത്തിൽ പോകാനുള്ള അടുത്ത യോഗ്യത. വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 18:3 വായിച്ചാട്ടെ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ അടുത്ത ഉപദേശം, നിങ്ങളെ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവായ യേശു തിരുവായി മൊഴിഞ്ഞ വാക്കുകളാണ്. നിക്കോദീമോസിനോട് പറയുകയാണ്, പുതുതായി ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അടുത്തതായി പുറകെ നടന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചവരോട് പറയാണ്, എന്നെ കടന്ന് കർത്താവേ എന്ന് വിളിക്കേണ്ട, സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ മതി, സ്വർഗത്തിൽ പോകാം. പിന്നീട് കർത്താവ് പറയാണ്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ ഒറ്റ ഒരുത്തൻ സ്വർഗത്തിൽ കയറത്തില്ല. ഇനി അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകണം. ഈ വാക്യത്തോട് പലർക്കും താല്പര്യമാണ്. കാര്യം അവർ ശിശുക്കളെ പോലെ ആകും. പിന്നീട് അവർക്ക് പാലും ബിസ്ക്കറ്റും മാത്രം മതി. ആരാധന ഹോളിലൊക്കെ വന്നിരുന്ന് ഉറങ്ങുന്ന രംഗം കണ്ടാവുണ്ടല്ലോ. പൊതുവേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാട്ടുപാടിയാണ് അവരെ ഉറക്കുന്നത്. അവരിങ്ങനെ അമ്മ പാട്ട് പാടുമ്പോൾ അവർ ആ പാട്ടിൽ മയങ്ങി അങ്ങ് ഉറങ്ങിപ്പോകും. ഇതേ ഓർമ്മയ്ക്ക് ശിശുത്വം പ്രാപിച്ചവർ ചിലപ്പോൾ ആരാധനയ്ക്കൊക്കെ വരാറുണ്ട്. ഇത്രയും മൈക്ക് വെച്ചടിച്ചാലും അവരെന്ത് ചെയ്യും? അവരിരുന്ന് കൂർക്കം വലിച്ചുറങ്ങും. അപ്പൊ അവര് എന്താ, ഞാനൊരാളോട് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലാകണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഗുഡ് ഡേ ബിസ്ക്കറ്റും പാലുമാണ് കഴിക്കുന്നത്. അതിലുപരി ആരാധന സ്ഥലത്ത് പോയി പാട്ട് കേൾക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അതല്ല യേശു ഉദ്ദേശിച്ചത്. കുഞ്ഞുങ്ങൾക്ക് നിർമ്മലമായൊരു ഹൃദയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാൽപാദത്തിൽ ഒന്ന് ഞെക്കി നോക്കിക്കാട്ടെ, എത്ര മൃദുവാണെന്നറിയാമോ? പാപം നിറഞ്ഞ ലോകത്തിൽ അവന്റെ കാലടി ഓടാത്തത് കൊണ്ട് അവന്റെ കാൽപാദങ്ങൾ മൃദുവാണ്. അതുപോലെ അവന്റെ ഹൃദയവും നിർമ്മലമാണ്. അവൻ ജനിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഈ ബൈബിളിന്റെ വെളുത്ത പേപ്പർ പോലെ ആയിരിക്കും. എന്നാൽ അവന് 25-26 വയസ്സാകുമ്പോൾ അവന്റെ ഹൃദയം ബൈബിളിന്റെ ബൈൻഡ് പോലെ ആയിത്തീരും. ആകെ യേശു പറയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് വൈരാഗ്യം വെച്ച് പുലർത്താനോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത നിറഞ്ഞ അവസ്ഥ പുലർത്താനോ ഒക്കുന്നില്ല. പക്ഷേ ശാസ്ത്രം പുരോഗമിച്ചിട്ടൊക്കെയാണോ, അതോ ഇനി ഇപ്പോഴത്തെ മാതാപിതാക്കന്മാരുടെ ജീവിത രീതി കൊണ്ടാണോ? ഇപ്പോഴിച്ചിരയില്ലാത്തതിനൊക്കെ സ്വാർത്ഥതയൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലേ? കുശുമ്പ്, അന്യായം, മറ്റേതൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ചില കുഞ്ഞുങ്ങൾ ദേഷ്യം പ്രകടമാക്കുന്നത് ഈ പഴയ വണ്ടി, ഡീസൽ പണിയായ വണ്ടി കയറ്റം കയറുമ്പോൾ ലോഡും കൊണ്ട് വറയ്ക്കുന്ന പോലെ. ഈ ഒരു ദിവസം ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കൊച്ചൻ നിന്ന് വിറയ്ക്കുകയാണ്. ഏതോ കാര്യത്തിന് അവൻ വൈബ്രേറ്റ് കൊണ്ട് വിറയ്ക്കുക. അവന് താങ്ങാൻ വയ്യ അവന്റെ കോപം. അതള്ള അവനെ ഒരു അടിയോ ചടിച്ച് അതിനവൻ ഇങ്ങനെ നിന്ന് വിറയ്ക്കുക. ആകെ 4, 3, 7 പല്ലേ ഉള്ളു. അതാകെ പൊട്ടിയിരിക്കുക, കടിച്ചു പൊട്ടിക്കുക. ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ കാലത്ത് ഒരുപക്ഷെ അങ്ങനെ കണ്ടു കാണുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ്.
നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ്. ചില ശിശുക്കളാണേലും നിർബന്ധം എടുക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു പിതാവ്, അവന്റെ കുഞ്ഞിന്റെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുക. അപ്പൊ ഈ അപ്പനാണ് ഇവനെ വളർത്തിയത്. പുള്ളി ഓഫീസിൽ ജോലി തീരാഞ്ഞതിനെ വീട്ടിൽ കൊണ്ടുവച്ചു ഫയലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവനിങ്ങനെ പോയി കുസൃതി, അവനിങ്ങനെ ഇടയ്ക്ക് ആ കഥ പിടിച്ച് ഇങ്ങനെ കിടുക്കിക്കൊണ്ടായിരുന്നു, കിടുകിടാന്ന് കിടിക്കൊണ്ടിരുന്നു. അപ്പൊ പുള്ളിയുടെ ജോലി ഡിസ്റ്റർബ് ആയപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ അങ്ങനെ ചെയ്യരുത്, ഞാനിത് ചെയ്ത് തീർക്കട്ടെ, എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അവനിത് ശ്രദ്ധിച്ചില്ല, അവൻ പിടിച്ച് ഇങ്ങനെ കിടുകിടാന്ന് കിടുക്കിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് ദേഷ്യം വന്ന് പുള്ളി എഴുന്നേറ്റ് ഒറ്റ അടി കൊടുത്തു. അത് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോ അവനും തൃപ്തിയായി. അവൻ പോയി കിടക്കുകയും വേണ്ട, തലയണയും വേണ്ട, കണ്ടടത്തോട്ട് കിടന്നവൻ ഉറങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് ദുഃഖം തോന്നി, കുഞ്ഞിനെ അടിക്കണ്ടായിരുന്നല്ലോ. അടുത്ത ദിവസം താൻ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നവണ്ണം പറഞ്ഞു, പപ്പ ഇന്നലെ അടിച്ച ഇതുകൊണ്ടല്ലേ, ജോലി തിരക്കൊണ്ടല്ലേ, മോൻ എന്താ അത് മനസ്സിലാക്കാത്തത്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, ഇന്ന് എനിക്ക് ജോലിയൊന്നുമില്ല, ഇച്ചിരി നേരം ആ കഥവ് പിടിച്ച് കിടക്കിക്കോ. ഉടനെ അവൻ പറയാ, എനിക്ക് ഇന്ന് കിടക്കണ്ട, എനിക്ക് ഇന്നലെ കിടക്കണം. എങ്ങനെ ഇരിക്കണം? എനിക്ക് ഇന്ന് കിടക്കണ്ട, എനിക്ക് കഥ ഇന്നലെ കിടക്കണം. ആകയാൽ ശിശുത്വമാണെന്ന് പറഞ്ഞാലും നിർബന്ധ ബുദ്ധിയുണ്ട്. പക്ഷെ യേശുവിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. യേശുവിന്റെ അടുക്കൽ വന്ന ഒരു ശിശുവിനെ കണ്ടിട്ട് യേശു പറയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. നിങ്ങൾക്കൊരു നിർമ്മല ഹൃദയം വേണം, വിശുദ്ധിയുടെ ആത്മാവ് വേണം, ദൈവവുമായി നിങ്ങൾക്കൊരു ബന്ധം വേണം. നമ്മുടെ കർത്താവ് തിരുമായി മൊഴിയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുവീൻ. ആകയാൽ പ്രിയ സ്നേഹിതരെ, നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ ഒരു നിർമ്മല ഹൃദയം വേണം, വിശുദ്ധമായൊരു ഹൃദയം വേണം, ഭയം കൂടാത്തൊരു ഹൃദയം നമുക്ക് വേണം. ആ ഹൃദയം പ്രാപിപ്പാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. അതായിത്തീരാമോ എന്നൊരു പക്ഷേ നാം ചോദിക്കും. ആകാത്തൊരു കാര്യം ദൈവം പറഞ്ഞിട്ടില്ല, നിശ്ചയമായും ആയിത്തീരും. ഒരു ശിശുത്വമായ അവസ്ഥയിലേക്ക് വന്നു ചേരും. നമ്മുടെ ഇടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ KG ജോർജ്. താനെ ഒരു ഉയർന്ന ഉദ്യോഗം ചെയ്തിരുന്നാണ്. ഒരു MTech PhD എടുത്ത ശേഷം താൻ ഒരു വിദേശത്തൊരു വലിയ ഉയർന്ന ഉദ്യോഗം ചെയ്തവനായിരുന്നു. സ്വർഗീയ വിളിക്ക് താൻ യോഗ്യനായി വന്നപ്പോൾ താനോട് ദൈവം താൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്റെ ജോലിയെല്ലാം ചെയ്ത ശേഷം വരാം, എന്റെ ആ ഉയർന്ന അവസ്ഥയിൽ വരാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ ഞാൻ വന്നപ്പോൾ എന്നെ ചുമന്നത് ഒരു കഴുതയാണ്, ആകയാൽ ഒരു കഴുതയെ പോലെ എന്റെ പിന്നാലെ വരാമെങ്കിൽ വന്നാ മതി, നിന്റെ PhD കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. താൻ തന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കീറി എറിഞ്ഞ ശേഷം കർത്താവിന്റെ പിന്നാലെ അനുഗമിച്ചു. ദീർഘകാലം നമ്മുടെ വേല ചെയ്തു. എനിക്ക് അദ്ദേഹത്തോട് അടുത്ത പരിചയം ഉണ്ടായിരുന്നു. തന്റെ ഹൃദയം ഒരു ശിശുവിന്റെ ഹൃദയം പോലെ ആയിരുന്നു. ഞാൻ പലപ്പോഴും കണ്ട് രാത്രിയിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു നിർമ്മല ഹൃദയത്തിന്റെ അവകാശി. ഫ്രാൻസിലായിരുന്നു താൻ തന്റെ അവസാനം, എങ്കിലും താൻ തന്റെ ഹൃദയം നിർമ്മലമായി സൂക്ഷിച്ചിരുന്നു. താൻ എന്നോട് ഒരിക്കൽ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ താൻ എന്നോട് യേശുവിന്റെ വാക്ക് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണം. അതാണ് സ്വർഗരാജ്യത്തിലേക്ക് പോയി ചേരാനുള്ള യോഗ്യത. നമ്മുടെ പ്രാപ്തികളെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം, നമ്മുടെ പഴക്കത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം, നമ്മുടെ സ്വാധീനതകളെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നാം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. സ്വർഗരാജ്യത്തിൽ ആർക്ക് പോകാം? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ആകയാൽ ഞാൻ വീണ്ടും വരും. വീണ്ടും വരുന്ന കർത്താവിന്റെ മുൻപാകെ നിൽക്കണമെങ്കിൽ പ്രിയ സ്നേഹിതരെ, നാം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി തീരണം. ഇനിയും വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ഉപദേശിച്ചു തന്നൊരു കാര്യമുണ്ട്. താൻ തന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പറയുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം വായിച്ച, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഈ ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിലോട്ട് ടൂറിസ്റ്റ് ബസ്സേ പോകുന്ന പോലല്ല കേട്ടോ. ചിലരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാ, ഇറങ്ങി പോരെ, വിശ്വാസത്തോടെ പടകിന്ന് വെള്ളത്തിലോട്ട് കാല് വെച്ചോ എന്ന് പറഞ്ഞാൽ നീ മുങ്ങിപ്പോകും. കാര്യം സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിൽ നിങ്ങളുടെ മനസ്സ് വിശാലതയിൽ സൂക്ഷിക്കണം. പറയുന്നല്ലോ, അവർ കണ്ണുനീർ താഴ്വരയിൽ കൂടെ പോയപ്പോൾ അവർ ജലാശയമാക്കി. കാരണം അവരുടെ മനസ്സിൽ ഒരു പെരുവഴി ഉണ്ടായിരുന്നു. കാലടി ഇടുക്കത്തിലാണെങ്കിലും മനസ്സിലുള്ള പെരുവഴിയാൽ അവർ സന്തുഷ്ടരായി യാത്ര ചെയ്തു. ഇവിടെ വിശുദ്ധ പൗലോസ് പറയാ, വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശുദ്ധന്മാർ നിങ്ങൾക്ക് അറിയിച്ചു തന്ന വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. അടുത്തത്, അനേക കഷ്ടത്തിൽ കൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകണം.
കാരണം ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര കഷ്ടങ്ങളുടെ പാതയാണ് സ്നേഹിതരെ. വിശുദ്ധ പൗലോസ് കർത്താവിനെ അനുഗമിച്ചു വന്ന് അസംഖ്യം കഷ്ടങ്ങൾ അനുഭവിച്ചു. ഒന്നിനു കുറെ 39 അടി 5 വട്ടം കൊണ്ടു. 2 കൈയും കെട്ടിയിട്ട് മുതുകിനാണ് അടിക്കുന്നത്. അദ്ദേഹം ഡ്രസ്സ് മാറുമ്പോൾ നമ്മളൊന്ന് കാണേണ്ടി വന്നാൽ ആ ശരീരം എങ്ങനെ ഇരിക്കും? ഞാനൊരു ദിവസം ചിന്തിക്കാനിട വന്നു, താനിങ്ങനെ ഡ്രസ്സ് മാറി മറ്റൊരു ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ അടുത്ത് നിന്നൊന്ന് കാണേണ്ടി വന്നെന്നിരിക്കട്ടെ, തന്റെ മുതുക് എങ്ങനെ ഇരിക്കും? ഉഴവുചാല് പോലെ ഇരിക്കും. ഒന്നിനു കുറവേ 39 അടി 5 വട്ടം കൊണ്ടു. കോലിനാൽ അടിയേറ്റു, കല്ലേറേറ്റു. ഒരു രാത്രി മുഴുവൻ സമുദ്രത്തിന്റെ മധ്യേ ഒരു തടിക്കഷ്ണത്തേൽ പിടിച്ചു കിടന്നു. പൈതാകമുണ്ടായി, കഷ്ടതയുണ്ടായി, പട്ടിണിയുണ്ടായി, നഗ്നതയുണ്ടായി, ആപത്തുണ്ടായി. കാരാഗ്രഹമായിരുന്നു തന്റെ റെസ്റ്റിംഗ് സ്ഥലം. അവിടെ കിടന്നാണ് താൻ ഈ ലേഖനങ്ങൾ എല്ലാം എഴുതിയത്. തന്നെ പിൻഗമിച്ച് സാത്താൻ തന്നെ അധൈര്യപ്പെടുത്താൻ നോക്കി. ഒരു ദിവസം താൻ ചോദിച്ചു, ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നവൻ ആര്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ എന്റെ ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിപ്പാൻ സാധ്യമല്ല. ആകയാൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞു വേണം നാം നമ്മുടെ കാലടികളെ വെക്കുവാൻ. സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള വഴി വളരെ ഇടുക്കവും വളരെ ഞെരുക്കവുമാണ്. പലരും ഈ സത്യം അറിയാതെ യാത്ര ചെയ്ത് ദുഃഖിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉല്ലാസകരമായ ഒരു ജീവിതമല്ല സ്നേഹിതരെ നിത്യതയിലേക്കുള്ള യാത്ര. വളരെ വേദനകൾ നിറഞ്ഞതാണ്, ദുഃഖങ്ങൾ നിറഞ്ഞതാണ്, മാനസിക പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം, നീതിമാന്റെ അനർത്ഥം അസംഖ്യമാണെങ്കിലും യഹോവ അതിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കും. ബൈബിളിൽ ഒരു വാക്യം, സ്വർഗീയ പദ്ധതിയുടെ ഒരു പ്രധാന ഖണ്ഡികയുണ്ട്. റോമാലേഖനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു വാക്കുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. അപ്പോൾ ആ വാക്കിന്റെ അർത്ഥം ഭയങ്കരമാണ്. 2 കാര്യം: ഒന്ന്, ദൈവത്തിന്റെ നിർണയത്തിൽ പെട്ടവനായിരിക്കണം. 2, അവൻ ദൈവത്തെ സ്നേഹിച്ചവനായിരിക്കണം. അവന്റെ ജീവിതയാത്രയിൽ നേരിടുന്നതെല്ലാം നന്മയ്ക്കായിരിക്കും. ചിലപ്പം ദുഃഖമായിരിക്കാം, മരണമായിരിക്കാം, ആപത്തായിരിക്കാം, അനർത്ഥമായിരിക്കാം, എല്ലാം നന്മയ്ക്കായിരിക്കും സ്നേഹിതരെ. പണ്ട് പാസ്റ്റർ ടി വി തോമസ് പ്രസംഗിക്കുമ്പോൾ നന്മയെന്ന് പറയുന്ന ഒരുവന്റെ കഥയെക്കുറിച്ച് പറയും. താനൊരു ദൈവഭക്തനായിരുന്നു. അപ്പൊ താൻ എന്ത് വന്നാലും എല്ലാം നന്മയ്ക്കാന്ന് പറയും. തന്റെ ജോലി കൽക്കരി വാരുന്ന ഒരു ജോലിയായിരുന്നു. അപ്പോൾ തന്നോട് എന്ത് നഷ്ടം വന്നാലും നന്മ വന്നാലും താൻ പറയും എല്ലാം ദൈവം നന്മയ്ക്ക് ചെയ്തതാണ്. ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് നാട്ടുകാരും കൂട്ടുകാരും തന്റെ സ്നേഹിതരും ഒക്കെ തന്നെ വിളിക്കുന്നത് നന്മയെന്നാ വിളിക്കുന്നത്. നാട്ടാ നന്മ വരുന്നെന്ന് പറയും. ഒരു ദിവസം എന്ത് ചെയ്തു, എല്ലാവരും കൂടെ കൽക്കരിക്കനിയിൽ വാരിക്കൊണ്ടിരിക്കുക. ഒരു നായ അതിലേ വന്നു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും പൊതി നിരത്തി അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഈ നാവെന്ത് ചെയ്യുന്നറിയോ, അതിനകത്ത് നീ ഭക്തന്റെ ചോറും പൊതി എടുത്തോണ്ട് ഓടിക്കളഞ്ഞു. എന്നാ കണ്ടവൻ അതിനെ നായ ഓടിച്ചുവിട്ട് ചോറും പൊതി മേടിച്ചു വെക്കാതെ അവൻ താഴെ ചെന്നിട്ട് പറഞ്ഞു, നന്മയുടെ ചോറും പൊതിയും കൊണ്ട് പട്ടി പോകുന്നേന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ കൽക്കരിക്കനി നിന്നോണ്ട് അദ്ദേഹം പറഞ്ഞു, അതും നന്മയ്ക്കാണെന്ന് പറഞ്ഞു. പിന്നെ താൻ അങ്ങനെ ചെയ്തു, ബെൽറ്റ് വഴി മേളിൽ കയറി വന്നപ്പോഴത്തേക്ക് പട്ടി പൊതി അഴിച്ചു കഴിഞ്ഞു. എങ്കിലും പട്ടിയെ ഓടിക്കാൻ പോയ സമയത്ത് കൽക്കരിക്കനി ഇടിഞ്ഞങ്ങ് താഴെ വീണു. എല്ലാവരും മരിച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞത് സകലതും നന്മയ്ക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി തീരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് ഹല്ലേലൂയ. സാത്താൻ ലജ്ജിച്ചോടിപ്പോകട്ടെ. അവൻ ചിലപ്പോ നമുക്ക് ദുഃഖവും വേദനയും മാനസിക പ്രയാസമൊക്കെ ഉണ്ടാക്കി തരും. നമ്മൾ നിരാശപ്പെടുന്നതും ദുഃഖിക്കുന്നതും ദൈവത്തിനെതിരെ സംസാരിക്കുന്നതൊക്കെ കാണാൻ സാത്താൻ വലിയ താല്പര്യമാണ്. അവൻ അതിന് നമ്മളെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഏറ്റുപറയേണ്ട ഒരു കാര്യമുണ്ട്, സകലതും നന്മയ്ക്കാണ്. എന്റെ ദൈവം എനിക്ക് ചെയ്യുന്നത് സകലതും നന്മയ്ക്കാണ്. ഏറ്റുപറയുന്ന ഹൃദയം ഉണ്ടെങ്കിൽ സാത്താൻ നമ്മെ വിട്ടോടിപ്പോകും. ആകയാൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിൽ കൂടെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോയി ചേരണം. വിശുദ്ധന്മാർ ഒക്കെ അങ്ങനെയാണ് അവർ യാത്ര ചെയ്തത്. പിടിച്ച വിശ്വാസം, പ്രസംഗിച്ച വിശ്വാസം, അറിയിച്ചു കിട്ടിയ വിശ്വാസം, ആ അതിവിശുദ്ധ വിശ്വാസത്തെ പിടിച്ച് വിശുദ്ധിയെ കാത്ത് അവർ കഷ്ടതയിൽ കൂടെ ദൈവരാജ്യത്തിലേക്ക് പോയി. ഇനി അടുത്തതായി പൗലോസിന്റെ അടുത്ത വാക്കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചാട്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ഓർത്തോളണമേ, സ്വർഗം ആർക്കാണെന്ന് പറയാണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. സാധാരണ ബൈബിൾ വായിച്ചു വിടുമ്പോഴേ നമ്മളിങ്ങനെ അതിവേഗം മലയാള മനോരമ വായിച്ചിട്ട് ഇങ്ങനെ വിടാറുണ്ട്. ഇപ്പൊ ആണെ മനോരമയ്ക്കൊക്കെ ഭയങ്കര ചൂട് പിടിച്ച സമയം, ഇലക്ഷൻ ആകുമ്പോഴത്തേക്കിന്, അതുകൊണ്ട് ഒരു ഊഹാഭോഗത്തിലൊക്കെ അങ്ങ് വായിച്ചങ്ങ് വിടുകയാണ്. എന്നാലേ തിരുവെഴുത്ത് അതൊന്ന് നിർത്തി വായിച്ചാൽ നമുക്ക് അതിന്റെ സത്യം അറിയാം. അവിടെ കൊടുത്തിരിക്കുകയാണ്, വായിച്ചാട്ട്. ദൈവം, മക്കളെ ശ്രദ്ധിച്ചോളണം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതാണ് സ്വർഗം. ഓർത്തോളണമേ,
ദൈവത്തെ സ്നേഹിക്കുന്നത്, ഞാനും പണ്ടൊക്കെ വായിച്ചിരുന്നു, ദൈവത്തെ ദൈവം തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഇങ്ങനെ വായിക്കുവാൻ. അങ്ങനെയല്ല. ആ വാക്ക് എങ്ങനെയാ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാതിൽ കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നിയിട്ടില്ല, ആത്മാവ് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നാൽ സ്വർഗം ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അതിനാ പറഞ്ഞ കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ്ട, കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം. യേശു പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ഇഷ്ടം ചെയ്യും. കർത്താവേ നീ മാത്രം മതി എന്റെ ജീവിതയാത്രയിൽ, നീ ഒരുവൻ മാത്രം മതി എന്റെ ജീവിതയാത്രയിൽ എന്ന് ഏറ്റുപറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. നിങ്ങളുടെ ഹൃദയം ഇന്ന് കർത്താവിന് വസിപ്പാൻ യോഗ്യമായ ഒരു സ്ഥലമാണെങ്കിൽ നിത്യതയിൽ കർത്താവിന്റെ ഭവനം നിങ്ങൾക്ക് വസിപ്പാൻ യോഗ്യമായിരിക്കും. നന്നായിട്ട് ഈ കാര്യം നമ്മൾ അറിഞ്ഞുകൊള്ളണമേ. അതിപ്രധാനമായ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഇന്ന് കർത്താവിന് നമ്മുടെ ഹൃദയം വസിപ്പാൻ യോഗ്യമായിരിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ഇന്ന് ദൈവത്തിന് വസിക്കാൻ നിങ്ങളുടെ ഹൃദയം യോഗ്യമാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് നിത്യതയിൽ വസിക്കാൻ ഒരു സ്വർഗം ദൈവം ഒരുക്കി തരും. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കാൻ ഒക്കുന്നില്ല എങ്കിൽ നിത്യതയിൽ നിങ്ങളുടെ ആത്മാവ് ദൈവം ഒരുക്കുന്നിടത്ത് വസിപ്പാൻ സാധ്യമല്ല. ആർക്കാണ് സ്വർഗം? യേശു പറയുകയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ആ സ്ഥലത്തിലേക്ക് പോകുവാനാണ് നമ്മുടെ കാലടികൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, പുതുതായി ജനിക്കുക, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അതിലുപരിയായി പറഞ്ഞല്ലോ, പിതാവിന്റെ ഇഷ്ടം പൂർണ്ണതയോടെ ചെയ്യുക. വീണ്ടും പറഞ്ഞു, പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുക. അടുത്തതായി പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ചെയ്യുക. നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. നന്മ ചെയ്യുന്നതിൽ ഒരു നാളും മുഷിഞ്ഞു പോകരുത്. തന്നെക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. നമ്മുടെ കർത്താവായ യേശു കാണിച്ചു തന്ന ചില മാതൃകയുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ദുഃഖത്തോടെ ലജ്ജയോടെ പറയട്ടെ, യേശുവിന്റെ മാതൃക വളരെ വലുതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? യേശു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പകലെല്ലാം താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ നിർജ്ജന പ്രദേശത്ത് പോയി താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ശിഷ്യന്മാർ ഉറങ്ങുന്ന വേളയിലും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ക്രൂശ് മരണത്തിന്റെ നിമിഷത്തിലും ഗെത്സമനയിൽ അവൻ അലറിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ കർത്താവ് ഒരു നല്ല മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. കാലങ്ങൾ നമ്മെ വിട്ടു പോകുന്നു സ്നേഹിതരെ, സമയങ്ങൾ നമ്മളെ വിട്ടു പോകുന്നു സ്നേഹിതരെ. നമ്മുടെ സമയം പാഴാക്കരുതേ. യജമാനൻ നമ്മുടെ സമയത്തെ കുറിച്ച് ചോദിക്കും. നമ്മുടെ യേശു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അടുത്തതായിട്ട് എന്തെന്നറിയാമോ? യേശു ആരെയും വിധിച്ചിട്ടില്ല. നമ്മളെ ഡെയിലി ആവറേജ് എത്ര പേരെ വിധിക്കും? നിങ്ങൾ കണക്കെടുത്തിട്ടുണ്ടോ? കർത്താവായ യേശു ഭൂമിയിൽ ആരെയും വിധിച്ചിട്ടില്ല. ഒരു പാവിയായ സ്ത്രീയെ കൊണ്ട് നിർത്തിയിട്ടും വിധിച്ചില്ല. ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. നീ ആരോടാണ് പാവം ചെയ്തെന്ന് ചോദിച്ചില്ല. ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ നിന്നെ കല്ലെറിയുമെന്ന് പറഞ്ഞില്ല. പൊയ്ക്കൊള്ളുവേ, അവർ നിന്നെ വിധിച്ചില്ലെങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. സ്വർഗീയ പിതാവ് അയച്ച കർത്താവ് ആരെയും വിധിച്ചിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഭൂമിയിൽ ആരെയും വിധിപ്പാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. അരുതേ, നിങ്ങൾ വിധിക്കരുതേ. യേശു പറയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിപ്പാൻ നിങ്ങൾ ആരെയും വിധിക്കരുതേ. കർത്താവായ യേശു കാണിച്ച മാതൃകയിൽ യാത്ര ചെയ്താലേ നിങ്ങൾക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ പോയി ചേരാനൊക്കത്തുള്ളൂ. ദീർഘകാലം ജീവിച്ചെന്നോ ദീർഘകാലം വിശ്വാസിയായിരുന്നെന്നോ കർത്താവിന്റെ പിന്നാലെ പോയി എന്നുള്ളതല്ല. കർത്താവ് കാണിച്ച മാതൃകയെ പിന്തുടരണം. കർത്താവ് ഒരു നാളും ആരെയും വിധിച്ചിട്ടില്ല. വിധിക്കേണ്ട പല സാഹചര്യം ഉണ്ടായി. ഞാൻ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുവേ. കർത്താവ് വിധിച്ചിട്ടില്ലെങ്കിൽ കഴിയുന്നിടത്തോളം നാമും ആരെയും വിധിപ്പാൻ പുറപ്പെടരുത്. വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവനെ, വലിയവനായാലും ചെറിയവനായാലും, വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവനെ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നുവോ, നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ആകയാൽ യേശു ആരെയും വിധിച്ചിരുന്നില്ല. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യമാണ് സ്നേഹിക്കേണ്ടത്. ഒന്ന്, കർത്താവായ യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കണം. നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കാറുണ്ട്. ചിലപ്പോൾ ആത്മീയം ഒരുപോലെ ആയിരിക്കത്തില്ല കേട്ടോ, നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. ചിലരുടെ ചിന്ത ഈ ആത്മീയം എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോകുന്ന ഒരു ഷൂന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നതാണെന്ന്. അങ്ങനല്ല സ്നേഹിതരെ. നമ്മുടെ ആത്മീയം എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ പാക്കപ്പൽ പോലെയാണ്. ചിലപ്പോൾ നിങ്ങൾ ആത്മീയത്തിൽ വളരെ ഉയർന്നിരിക്കും, അപ്പോൾ നിങ്ങൾ നിഗളിക്കരുത്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ആത്മീയത്തിൽ വളരെ താഴേക്ക് വരും, അപ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറച്ചുകൊള്ളണം. പൗലോസ് പറയാ, ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ദൈവസ്നേഹത്തിൽ നിന്നെ വേർതിരിപ്പാൻ സാധ്യമല്ല.
ഉയരുമ്പോൾ നിഗളിക്കുകയും താഴുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യരുത്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. ആകയാൽ നമ്മുടെ സമയങ്ങൾ ചുരുങ്ങിയ സമയങ്ങൾ, ആയുസ് ചുരുക്കമാകിയാൽ യേശുവിനെ പോലെ യേശുവിനെ സ്നേഹിക്കണം. എന്തെല്ലാമാണ് യേശുവിനെ സ്നേഹിക്കേണ്ടത്? ഒന്ന്, യേശുവിന്റെ കാൽവറിയെ വാസ്തവമായി സ്നേഹിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഉയർന്ന കുടുംബത്തിൽ ജനിച്ചതായിരുന്നു. പക്ഷേ പൗലോസിന്റെ പ്രശംസ കർത്താവായ യേശുവിന്റെ ക്രൂശായിരുന്നു. അവ എല്ലാവരും വെറുത്ത, യഹൂദന്മാർ വെറുത്ത, റോമൻ ഗവർണർ വെറുത്തിരുന്ന ഏറ്റവും ഹീനമായ കുറ്റവാളിയെ ക്രൂശിക്കുന്ന ക്രൂശിൽ പൗലോസ് അഭിമാനിച്ചിരുന്നു. എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? ക്രൂശാണ് രക്ഷയുടെ മാർഗം. ക്രൂശിലാണ് ദൈവപുത്രൻ യാഗമായി തീർന്നത്. ക്രൂശിലാണ് സാത്താൻ കീഴടങ്ങിയത്. നമുക്ക് പ്രശംസിപ്പാനൊന്നുണ്ടെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാവങ്ങളെ ചുമന്ന് മരിച്ച യേശുവിന്റെ ക്രൂശിലാണ്. ആകയാൽ കർത്താവിന്റെ കഷ്ടതയെ നിങ്ങൾ ഹൃദയപൂർവ്വം സ്നേഹിക്കണം. ആ കാര്യത്തിൽ വലിയ താല്പര്യം ഉള്ളിലുണ്ടായിരിക്കണം. പൗലോസ് പറയാണ്, കർത്താവ് അനുഭവിച്ചതിന്റെ ബാക്കി ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടം വന്നപ്പോൾ നേരെ തിരിച്ചാണ്. നമ്മൾ കാത്തിരിപ്പിന് പോയാലും അമൃതാഞ്ജൻ പോക്കറ്റിൽ കാണും. കാത്തിരിപ്പ് കണ്ടമാനമായി, ആത്മാവ് കണ്ടമാനം കയറി തലവേദന വന്നാൽ അത് പുരട്ടാൻ അമൃതാഞ്ജൻ ഏതെങ്കിലും ഒരു പോക്കറ്റിൽ കാണും. അതല്ല കർത്താവിനോടുള്ള സ്നേഹം. കർത്താവിന്റെ കഷ്ടതയെ നാം സ്നേഹിക്കണം, വാസ്തവമായി സ്നേഹിക്കണം. നിങ്ങളുടെ മനസ്സിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ യേശുവിന്റെ കാൽവറിയെ ധ്യാനിച്ചു കൊള്ളുവീൻ. അടുത്തതായിട്ട് കർത്താവിന്റെ സ്വഭാവത്തെ സ്നേഹിക്കണം. കർത്താവ് അത് ചെയ്തില്ലേ? ഇല്ല, ഞാനത് ചെയ്യത്തില്ല. ആ ബോധ്യം എപ്പോഴും നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ കർത്താവ് അത് ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാനത് ചെയ്യത്തില്ല. എന്റെ കർത്താവ് അങ്ങനെ ചെയ്തുവോ, അതുകൊണ്ട് ഞാനും അത് ചെയ്യുകയാണ്. എന്റെ കർത്താവ് അങ്ങനെ കാണിച്ചു തന്നത് ഞാൻ ചെയ്യുകയാണ്. അവൻ നന്മ ചെയ്തുകൊണ്ട് യെരൂശലേമിൽ പ്രസംഗിച്ചു, ആകയാൽ നാമും അങ്ങനെ തന്നെ ചെയ്യണം. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു, നാമും അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. എത്ര തിരക്കുണ്ടേലും യേശുവിന്റെ കാത് തുറന്നിരുന്നു. നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. ഒരു ദിവസം പുരുഷാരം ഇങ്ങനെ റോഡിൽ തിക്ക് തിരക്കോടെ പോവുകയാണ്. കർത്താവായ യേശു അതിനിടയിൽ പോവുകയാണ്. ഒരു അന്ധൻ അവിടെ ഇരുന്ന്, അവനിങ്ങനെ വർഷങ്ങളായിട്ട് അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ച് സർവീസ് ഉള്ള ആളാ. അവൻ ചോദിച്ചു, ഇന്ന് എന്താ പതിവില്ലാതെ, മാർക്കറ്റ് ദിവസമൊന്നും അല്ലല്ലോ, ഇത്രയും പുരുഷാരം പോകുന്നു, എന്താ പരിപാടി എന്ന് ചോദിച്ചു. ആരാണ്ട് പറഞ്ഞു, നസറേനായ യേശു പോകുന്നതെന്ന്. അപ്പൊ ഇവൻ വിളിച്ച എന്നറിയാം, യേശുവിന്റെ 14 തലമുറയ്ക്ക് അപ്പുറമുള്ള ദാവീദിന്റെ പേര് ചേർത്ത് ഒറ്റ വിളിച്ചു, ദാവീദ് പുത്രോ എന്നോട് മനസ്സലിയണമേ. പുരുഷാരത്തിൽ ചിലർ ശാസിച്ചു, മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ തിരക്കിനിടയിൽ നസ്രേന്റെ കാതിലേക്ക് ആ ശബ്ദം ചെന്ന് തട്ടി. അതാണ് അത്ഭുതം. പുരുഷാരം അവനെ ശാസിക്കുമ്പോൾ അവന്റെ ശബ്ദം പുരുഷാര ശബ്ദത്തിനിടയിൽ കൂടെ കർത്താവിന്റെ കാതിലേക്ക് പോയി തട്ടി. കർത്താവ് അവിടെ നിന്നു. മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ ശിഷ്യനോട് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടുവരാൻ. അവനൊക്കെ എന്തു വേണമെന്ന് ചോദിച്ചു. എന്റെ കണ്ണൊന്ന് തുറന്നു തരണമേ. നമ്മുടെ കർത്താവിന്റെ കാതുകൾ എപ്പോഴും തുറന്നിരുന്നു. കാൽവറിയിൽ പ്രാണൻ വിടുന്ന നിമിഷത്തിലും താൻ തന്റെ ആ ദുഷ്പ്രവർത്തിക്കാരന്റെ ശബ്ദത്തിനായി അവന്റെ കാതുകൾ തുറന്നിരുന്നു. ആർക്കാണ് സ്വർഗം ലഭിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. കർത്താവിന്റെ പ്രമാണത്തെ സ്നേഹിപ്പീൻ, കർത്താവിന്റെ സ്വഭാവത്തെ സ്നേഹിപ്പീൻ. വേദപുസ്തകത്തിൽ അനവധി ഭാഗത്ത് കർത്താവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്വഭാവങ്ങളെ ഗ്രഹിച്ച് അതിനെ സ്നേഹിപ്പീൻ. കർത്താവ് കാണിച്ച മാതൃകയെ സ്നേഹിപ്പീൻ. ഒരു ദിവസം നമുക്ക് വേണ്ടി ഒരുക്കിയ ഭവനത്തിൽ നാം പോകും. ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ഹൃദയശുദ്ധിയാൽ ദൈവവചനത്താൽ കാണുന്നെങ്കിൽ അന്നൊരു നാളിൽ സൂര്യനെ കവിയുന്ന പ്രഭയോടെ മഹിമയോടെ രാജാതിരാജാവായി നാം നമ്മുടെ യേശുവിനെ കാണും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്, അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു ദിവസം നാം നമ്മുടെ പ്രാണപ്രിയനെ കാണും. നമ്മുടെ ദുഃഖവും കഷ്ടവും എല്ലാം നമ്മെ വിട്ടോടിപ്പോകും. ഇതാ ദൈവസിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം വരുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടോടിപ്പോയി. ഇനിയും മരണമില്ല, ഇനിയും ദുഃഖമില്ല, ഇനിയും വേദനയില്ല. ഒരു ദിവസം അരുമനാഥൻ തന്റെ പുണ്യാഹകരത്താൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു നിമിഷമുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ അവസാന രാത്രി മീറ്റിംഗിലേക്ക് നാം വന്നിരിക്കുന്നു. നിങ്ങളാരും അപരിചിതരായി ഇവിടെ വന്നു ചേർന്നവരല്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ പരമാർത്ഥത്തെ അറിഞ്ഞ സ്വർഗം നിങ്ങളെ ഇവിടേക്ക് കൂട്ടി വരുത്തിയതാണ്. യേശു പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവോ?
ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവിന്റെ വാക്കുകളെ കേട്ടനുസരിപ്പീൻ, കർത്താവിന്റെ കൽപ്പനയെ അനുസരിപ്പീൻ, കർത്താവിനെ വാസ്തവമായി സ്നേഹിപ്പീൻ. നിങ്ങൾ പുതുതായി ജനിക്കുവീൻ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുവീൻ, വിശുദ്ധിയോടെ ജീവിക്കുവീൻ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെയും അങ്ങേ പോലെ ആക്കി തീർക്കണമേ. അങ്ങ് കരുണാസമ്പന്നനാകിയാൽ എന്നെയും കരുണയുള്ളവനാക്കി തീർക്കണമേ. അങ്ങ് ദയുള്ള മനുഷ്യനാകിയാൽ എന്നെയും ദയുള്ളവനാക്കി തീർക്കണമേ. അങ്ങ് പ്രാർത്ഥിക്കുന്നവനാകിയാൽ പ്രാർത്ഥനയുടെ ആത്മാവ് എനിക്കും തരണമേ. അയ്യോ, ഞാൻ സത്യം അറിയാതെ അനേകരെ വിധിച്ചുപോയി. ആ വിധിയുടെ ദിനത്തിങ്കൽ ഞാൻ വിധിച്ച വിധി എന്റെ മേൽ വരാതെ വണ്ണം എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആത്മാവിന്റെ ഒരു ഉണർവല്ല ആവശ്യം, അനുതാപമുള്ള ഒരു ഹൃദയമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങുവീൻ. സ്വർഗം നിങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം കാൽവറിയിൽ നീങ്ങിപ്പോകും. നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ വെച്ചാട്ട് നിങ്ങളുടെ കർത്താവ് നിങ്ങൾ ഒരു നാളും അനാഥരായി വിടത്തില്ല. യേശു പറയുന്നു, ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ജയം പ്രാപിച്ച കർത്താവിന്റെ ശബ്ദത്തിനായി കാതുകളെ കുറിപ്പിച്ചാട്ട് എത്ര പേർ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോടുകൂടെ കഷ്ടം അനുഭവിക്കാം, കർത്താവേ ഞാൻ അങ്ങയോടുകൂടെ കഷ്ടം സഹിക്കാം, അങ്ങ് എനിക്ക് കൃപ തരണമേ, അങ്ങ് എന്നെ ശക്തീകരിക്കണമേ, കർത്താവേ അങ്ങയുടെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമേ. ഞാൻ വിവേകവും പരിജ്ഞാനവും ഇല്ലാതെ മറ്റുള്ളവരെ വിധിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം തരണമേ, എനിക്കൊരു പുതിയ ആത്മാവിനെ തരണമേ. എന്റെ കാലടികളെ ജീവന്റെ പാതയിൽ നടത്തണമേ. നീതിയിൽ അങ്ങയുടെ മുഖത്തെ ദർശിപ്പാൻ എന്നെ നീതിയിലേക്ക് നടത്തണമേ. തേജസ്സിന്റെ കർത്താവ് മഹിമയിൽ വെളിപ്പെടുന്ന നിമിഷം ഏറ്റവും അധികം അടുത്തുപോയി. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അവിടേക്ക് പോകുവാൻ നമുക്ക് തുനിയാം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ, സ്വർഗീയ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നല്ലോ. വീണ്ടും നമുക്ക് ദൈവാത്മാവിന് നമ്മളെ സമർപ്പിക്കാം. ഏറെ നാളായി കാൺമാനാശയാൽ കാത്തിരുന്ന എന്റെ രാജനെ, ഏറെ നാളായി കാൺമാനാശയാൽ കാത്തിരുന്ന എന്റെ രാജനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർഗോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർഗോടണഞ്ഞിടുമേ. ദൂതസംഘം ആകവേ എന്നെ ഏൽക്കുവാൻ സന്നദ്ധമേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്റെ രാജനേ, എന്റെ രാജനേ, യേശുവേ തിരുമാർഗോടണഞ്ഞിടുമേ. തേജസ്സോടെ തിരുമാർഗോടണഞ്ഞിടുമേ. യേശുവേ glory 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 hallelujah 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 amen 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 hallelujah 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 hallelujah. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. ഒരു ദിവസം നാം നമ്മുടെ പ്രാണപ്രിയനെ തേജസ്സോടെ കാണും. ഒരു ദിവസം സൂര്യനെ കവിയുന്ന പ്രഭയോടെ നാം അവനെ കാണും. അന്യ കണ്ണാലല്ല, സ്വന്തം കണ്ണാൽ നാം നമ്മുടെ കർത്താവിനെ കാണും. ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ പ്രത്യാശയെ പുതുക്കാം, കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉണർത്താം. നമ്മുടെ ആത്മാവ് ഉണർന്നു വേണം ആ പാട്ടിന്റെ വരികൾ പാടാൻ. പ്രത്യാശയുള്ള ഭക്തന്മാർ പാടി
ലോകത്തിലെ ദുഃഖം അവരെ വിട്ട് ഓടി അകന്നു. മരണഭയം അവരെ വിട്ട് ഓടി അകന്നു. അവരെ അലട്ടിയ വ്യാധികൾ അവരെ വിട്ട് ഓടി അകന്നു. പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. സ്വർഗീയ ദൂതന്മാർ കാഹള ഊതുവാൻ ഒരുക്കമായിരിക്കുന്നു. ശുഭ്രവസ്ത്രധാരികളായി നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തേജസ്സോടെ, മഹിമയോടെ, വിശുദ്ധിയോടെ നമുക്ക് നമ്മുടെ പ്രാണപ്രിയനെ എതിരേൽപ്പാൻ പുറപ്പെടാം. നമുക്ക് വേണ്ടി ചേർന്ന് ആ വരികൾ ചേർന്ന് പാടാം. ഏറെ നാളായി ദൂതസംഘമാകവേ Amen, 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 amen. Wala 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 kana wala wala dura. Wala 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 dura wala 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 dura wala nega dunai. Hallelujah, hallelujah. Amen, 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 amen. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord.